Praise the Lord, 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 hallelujah. ദൈവത്തിന് സ്തോത്രം. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ജീസസ് ഫാമിലിയുടെ ഈ ആരാധനയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്, പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ പ്രാർത്ഥന ഇതാണ്: എൻ്റെ തലച്ചോറിനെ, എൻ്റെ അധരങ്ങളെ, എൻ്റെ ശബ്ദത്തെ, എൻ്റെ ചിന്താധാരയെ നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഇതിൻ്റെ പുറകിൽ ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട്. പൈസ തന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. പൈസ തന്നില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയും, അല്ലേ? പൈസ തരാൻ കഴിവുള്ളവരും ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ തരുമ്പോഴും പൈസ തരണം. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. പിന്നെ ഞാനിവിടെ പ്രസംഗിക്കുന്നു, ക്യാമറയിൽ ഒരാൾ ജോലി ചെയ്യുന്നു, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ലാബിനകത്ത് വേറൊരാൾ ജോലി ചെയ്യുന്നു, പിന്നെ ഇത് ഇവിടുന്ന് അയച്ചു കൊടുക്കും. ഒത്തിരി പേരുണ്ട് പുറകിൽ കേട്ടോ. അവർക്ക് ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിച്ചാലും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീസസ് ഫാമിലിയുടെ ഈ ആരാധനയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിതിനെപ്പറ്റി മറ്റുള്ളവർക്കെങ്കിലും പറയണം. ഇങ്ങനൊരു ആരാധനയുണ്ട്, ആർക്കും വരാം. യാക്കോബക്കാർക്ക് വരാം, കത്തോലിക്കർക്ക് വരാം, ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് വരാം, പെന്തിക്കോസുകാർക്ക് വരാം, ബ്രദറുകാർക്ക് വരാം, ആർക്കും വരാം. ഹല്ലേലൂയ. ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ. ഇന്ന് അസാധാരണമായൊരു സന്ദേശം ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. പലരിൽ നിന്നും ഞാൻ പഠിച്ചത്, പല ദൈവദാസന്മാരിൽ നിന്നും പഠിച്ചത്, പല പുസ്തകത്തിൽ നിന്നും പഠിച്ചത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിത് അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മക്കളുമായിട്ട്, എനിക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമതായിട്ട് ഒരു കോട്ടബിൾ കോട്ട് പറഞ്ഞത് മെനേഷ ഓത്താബിൽ, ഒരു വലിയ ആളായിരുന്നു ആണ്. അദ്ദേഹം പറഞ്ഞാണ്, ദർ ഇസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗ്രേസ് അവൈലബിൾ ടു ഷിഫ്റ്റ് യു ഫ്രം വെയർ ലൈഫ് ഹാസ് ഡിപ്പോസിറ്റഡ് യു ടു വെയർ ഗോഡ് ഈസ് കോളിംഗ് യു ടു ബി. ഈസ് കോളിംഗ് യു ടു എ പ്ലേസ് ഓഫ് പ്രോമിസ്, പർപ്പസ് ആൻഡ് പ്രോസ്പെറിറ്റി. മലയാളത്തിൽ പറഞ്ഞാൽ സുന്ദരമായ ഒരു കൊട്ടേഷനാണ്. ജീവിതം നിന്നെ കൊണ്ടെത്തിച്ച സ്ഥലത്ത് നിന്ന്, എവിടെ ആയിരിക്കുന്നുവോ അവിടെ നിന്ന് ദൈവം വിളിക്കുന്ന ഇടത്തേക്ക് നിന്നെ മാറ്റി എത്തിക്കുവാൻ അവസരവും കൃപയും ഉണ്ട്. ദൈവം നിന്നെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവിക വാഗ്ദാനമുണ്ട്, ബി ദൈവിക ഉദ്ദേശമുണ്ട്, സി ദൈവത്തിൻ്റെ അഭിവൃദ്ധിയുണ്ട്, പ്രോസ്പെറിറ്റിയും ഉണ്ട്. പിന്നെന്തുകൊണ്ട് പോയിക്കൂടാ, അല്ലേ? ഇതാ ചില ഉപദേശങ്ങൾ തരാൻ എഴുതിയെടുക്കുന്നത് കൊള്ളാം, അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കേട്ടിട്ട് ആവശ്യമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കാം. എഴുതി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. കുറേ കോട്ടബിൾ കോട്ട്സ് പറയുകയാണ്. നിങ്ങൾക്ക് പ്രോസ്പെറിറ്റി ഉണ്ടാകാം, അഭിവൃദ്ധി. പ്രോസ്പെറിറ്റി നേരത്തെ കേട്ടാൽ ആൾക്ക് ദേഷ്യം വരുന്നവരുണ്ട്. ഒരിക്കൽ ഒരാൾ എൻ്റെ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ കുറച്ച് പേരിരിക്കുകയാണ്. അന്നേരം ഒരാൾ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം ഒരു ടാപ്പിങ്ങുകാരൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോയത്, എന്നുവെച്ചാൽ പാലെടുക്കാൻ മാത്രം പോയതാണ്. റബ്ബർ തോട്ടക്കാർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. ടാപ്പിങ്ങുകാരനുമല്ല, പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്ത്. അവിടുന്ന് അദ്ദേഹം 10ാം ക്ലാസ് പാസ്സായി ബോംബെയിൽ വന്നു, BCom പാസ്സായി, ഗൾഫിൽ പോയി, ധാരാളം പണം കിട്ടി. 4000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്ടിൽ താമസിക്കുക. പക്ഷേ അദ്ദേഹം പ്രോസ്പെറിറ്റി ഗോസ്പലിന് എതിരായിട്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ബ്രദറെ, ഞാൻ താമസിക്കുന്ന 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിലാണ്. പ്രോസ്പെറിറ്റിയുടെ പിതാക്കന്മാരിൽ ഒരാളാണെന്ന് പറയുന്ന പോൾ യോങ്കിച്ചോ താമസിക്കുന്ന 1000 സ്ക്വയർ ഫീറ്റിൻ്റെ, ബ്രദർ 4000 സ്ക്വയർ ഫീറ്റിൽ താമസിച്ചിട്ടും പ്രോസ്പെറിറ്റി ഗോസ്പൽ, ദൈവം പ്രോസ്പെറിറ്റി തരുന്നതല്ലെന്ന് പറയുകയാണോ? ഹല്ലേലൂയ. പ്രോസ്പെറിറ്റി ഗോസ്പലിന് നിങ്ങളായിരിക്കണം കേട്ടോ. ഞാൻ പലരിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, എഴുതിയെടുക്കാം. ഒന്ന്, നിങ്ങളായിരിക്കുന്ന നിലയിലായിരിക്കുവാൻ വിസമ്മതിക്കുക. നിങ്ങൾ ഏത് നിലയിലായിരിക്കുന്നത്? BCom കാരനായിരിക്കും. എന്തുകൊണ്ട് MCom ആയിക്കൂടാ? MCom കഴിഞ്ഞ് വെച്ച് വേറൊരു ഡിഗ്രിയുടെ എന്തുകൊണ്ട് MBA കൂടെ എടുത്തുകൂടാ? എന്തുകൊണ്ട് വേറൊരു ഡിഗ്രി കൂടെ എടുത്തുകൂടാ? നിങ്ങളൊരു കോളേജ് പ്രൊഫസറാണോ? എന്തുകൊണ്ട് ഒരു ഡിഗ്രി കൂടെ എടുത്തുകൂടാ? നിങ്ങളൊരു വലിയ കമ്പനിയുടെ മാനേജറാണോ? എന്തുകൊണ്ട് സമയമില്ല. ഉണ്ടാക്കാൻ വേണമെങ്കിൽ സമയം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഉണ്ടാകുന്നതല്ല, സമയം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുകൊണ്ട് ആയിരിക്കുന്ന നിലയിലായിരിക്കുവാൻ വിസമ്മതിക്കുക. 2, അനുഗ്രഹത്തിൻ്റെ, അഭിവൃദ്ധിയുടെ, പ്രോസ്പെറിറ്റിയുടെ, നന്മയുടെ ദൈവിക വാഗ്ദത്തങ്ങൾ തിരുവചനത്തിൽ നിന്നും കണ്ടുപിടിക്കണം. ഇതിനകത്ത് ഒത്തിരിയുണ്ട്. 7400 ചില്ലുവാനും വാഗ്ദാനങ്ങളാണ് ഈ വേദപുസ്തകത്തിലുള്ളത്. അതിനകത്ത് ഒട്ടുമിക്കതും പ്രോസ്പെറിറ്റിയാണ്. ആരോഗ്യത്തിനകത്ത്, പണത്തിനകത്ത്, സമാധാനത്തിനകത്ത്, സന്തോഷത്തിനകത്ത്, അതിലെ സഭയുടെ വളർച്ചയ്ക്കകത്ത്, എല്ലാത്തിനകത്തും വാഗ്ദാനം തന്നിട്ടുണ്ട്. അതൊക്കെ ഒരു നോട്ട്ബുക്കിനകത്ത് എഴുതിയെടുക്കുക. എനിക്ക് പണ്ടൊരു മലയാളം ബൈബിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിനകത്ത് ഞാൻ കൃഷിയിലുള്ളതിന് പ്രത്യേകിച്ച് എഴുതി വെച്ചു. കൃഷി,
വേറൊന്ന് പണത്തിനകത്ത് എനിക്ക് ഒരു അത്ഭുതം തോന്നി. എന്തുമാത്രം വാഗ്ദാനങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. തിരുവചനത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. ഒക്കുമെങ്കിൽ ഒരു നോട്ട് ബുക്കിനകത്ത് എഴുതി വെക്കണം. പഴയ നിയമത്തിനകത്തൊന്നും പുതിയ നിയമത്തിനകത്തും ഒക്കുമെങ്കിൽ ഓരോ ഹെഡിങ് കൊടുത്തു വെച്ച്, ഏതാ കൃഷിക്കകത്ത്, പണത്തിനകത്ത്, ആരോഗ്യത്തിനകത്ത്, കുടുംബ സമാധാനത്തിനകത്ത്, സഭാ വളർച്ചയുടെ ഓരോ ഹെഡിങ്ങിനകത്ത് എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. 3, ദൈവം ഭോഷ്ക് പറയുകയില്ല എന്ന് വിശ്വസിക്കുക. ഓരോ വാക്യങ്ങളും വായിക്കുമ്പോഴും സ്വയം പറയണം, ദൈവം ഭോഷ്ക് പറയത്തില്ല, ദൈവം ഭോഷ്ക് പറയത്തില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഏകദേശം ഒരു 10-20 എഴുത്തെഴുതി. ആർക്കാ എഴുതുന്നറിയാം? എന്നെ സഹായിക്കുന്നവർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് പറയും. ചിലപ്പോൾ ഒരിക്കലും ഒരു രൂപ പോലും തന്നിട്ടില്ലാത്ത ഒരാളായിരിക്കാം. ഒരിക്കൽ ഗൾഫിൽ നിന്ന് ഒരാൾ എൻ്റെ ഈ ഓഫീസിൽ വന്നു കഴിഞ്ഞുടനെ ഞാൻ എഴുന്നേറ്റ് നിന്ന് പരിചയപ്പെടുത്തി. ഇദ്ദേഹത്തിൻ്റെ പേര് ഇന്നതാണ്, ഇദ്ദേഹം ദുബായിലല്ല വേറൊരു രാജ്യത്തു നിന്നാണ്, അവിടുന്ന് വന്നതാണ്, ഇദ്ദേഹം നമ്മുടെ സപ്പോർട്ടറാണ്. അത് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞ് PG പരീക്ഷനെ പരിചയപ്പെട്ടിട്ട് ഏകദേശം 15 വർഷമായി ഞാൻ ഇന്ന് വരെ 1 രൂപ കൊടുത്തിട്ടില്ല. ഞാൻ അറിഞ്ഞില്ല, സത്യം പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. ഞാൻ രൂപ നോക്കി എല്ലാ ആളുകളെ സ്നേഹിക്കുക. അവരെന്നെ സ്നേഹിച്ചു, ആ മനുഷ്യൻ എന്നെ സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് എന്നെ ആദ്യം കൊണ്ടുപോയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് എനിക്ക് ആഹാരം തന്നു. സപ്പോർട്ടറല്ലയോ? ആര് പറഞ്ഞു സപ്പോർട്ടറല്ലത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ഹല്ലേലൂയ, ദൈവം ഭോഷ്ക് പറയുകയില്ല എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ പറഞ്ഞില്ല 10-20 പേർക്ക് എഴുത്തെഴുതി, അല്ലെങ്കിൽ ഒരു 15 പേർക്കെങ്കിലും എഴുത്തെഴുതി. അവരുടെയെല്ലാം പറഞ്ഞു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇത്രയും അനുഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുണ്ട് 14 വരെയുണ്ട്. അതുകൊണ്ട് വായിക്കുമ്പോൾ ഓരോ അനുഗ്രഹത്തിനും ഇതെനിക്ക് വേണ്ടിയാണ്, ഇതെനിക്ക് വേണ്ടിയാണ്. 1-ാം വാക്യവും 9-ാം വാക്യവും താഴത്തെ ഒരു വാക്യവും നമ്മൾ അനുസരിച്ച് നടക്കാം. എന്തുവാ പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന കൽപ്പനകളൊക്കെ ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ച് നടക്കാമെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ അനുസരിച്ച് നടന്നാൽ ഇതൊക്കെ നമ്മളെ പിൻപറ്റും. വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം, വിശ്വസിക്കണം, പിടിച്ചു വാങ്ങണം. അപ്പോൾ നമ്മളിത് വിശ്വസിക്കണം. ദൈവം ഭോഷ്ക് പറയത്തില്ല, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്കാണെന്ന് പറയണം. 4, ദൈവം അങ്ങനെ പറഞ്ഞു, എനിക്ക് അങ്ങനെ സംഭവിക്കും എന്ന് കൂടെ പറയണം. 1, 2, 3 പ്രാവശ്യമല്ല, കൂടെ. കാരണം സംശയം വരും. സംശയം ഉണ്ടെങ്കിലും പല പ്രാവശ്യം നിങ്ങൾ പറയാമെങ്കിൽ 40, 50, 60 പ്രാവശ്യം പറയാമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസം ഉണ്ടായി വരുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചെടുക്കാനുള്ള വിശ്വാസങ്ങളുണ്ടാവും. എനിക്ക് ബുദ്ധിയുണ്ടാവും, കുറച്ചുകൂടെ ബുദ്ധിയുണ്ടാവും. പറഞ്ഞു നോക്കിയാട്ടെ. എനിക്ക് ആരോഗ്യമുണ്ടാകും പറഞ്ഞാട്ടെ. എന്നിട്ടത് കൂടെ പറയണം കേട്ടോ. അങ്ങനെ സംഭവിക്കും എന്ന് പറയണം. 5, മെച്ചപ്പെട്ട സാമ്പത്തിക നിലവാരത്തിലുള്ളവർ ഞെരുക്കത്തിൽ തകർന്ന സാമ്പത്തിക നിലവാരമുള്ളവരേക്കാൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നു. 2 കൂട്ടരുടെയും ചിന്താധാര വ്യത്യസ്തമാണ്, അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമുള്ളവരും പണമില്ലാത്തവരും. പണമുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ല പണമില്ലാത്തവർ ചിന്തിക്കുന്നത്. മുഴുവൻ കേൾക്കണം. അത് 2 പേരും 2 വിധത്തിലാണ് ചിന്തിക്കുന്നത്. അതുപോലെയാണ് 6-ാമത്തെ കാര്യം, ആരോഗ്യമുള്ളവർ രോഗികളായവരേക്കാൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നു. ആരോഗ്യമുള്ളവർ ചിന്തിക്കുന്നതും രോഗികളായിട്ടുള്ളവരും വ്യത്യസ്തമായി ചിന്തിക്കുന്നത്, അല്ലേ? ഞാനൊരിടത്ത് ചെന്നപ്പോൾ ഒരാൾ രോഗിയായിട്ട് കിടക്കുകയാണ്, ഒരു വലിയ ദൈവദാസൻ രോഗിയായിട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇഷ്ടമുള്ളതൊക്കെയാണെന്നറിയാം, കഷ്ടതയുടെ പുസ്തകങ്ങളൊക്കെയാണ്. എൻ്റെ പറഞ്ഞു, എത്ര നല്ല പുസ്തകം നോക്കി, അതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടല്ലോ, കഷ്ടതയൊക്കെ നമ്മുടെ ഓഹരിയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു. 7, സന്തോഷവാരായവർ നിരാശരായവരേക്കാൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നു. ഞാൻ 3 കാറ്റഗറിയിലുള്ളവരെ പറഞ്ഞിരിക്കുകയാണ്. സാമ്പത്തിക നിലവാരം, ആരോഗ്യമുള്ളവർ, സന്തോഷവാരായവർ. വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ തുടർച്ചയായി ചിന്തിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ എന്തുവാ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നത്? പണമുള്ളത് ചിന്തിക്കുന്നത്, പണം ഉണ്ടാവും, ഇനിയും പണം വരും. പണമില്ലാത്തവനോ, ആ ദാരിദ്ര്യം എൻ്റെ ഓഹരിയാണ്. ആരോഗ്യമുള്ള എന്ത് ചെയ്യുന്നു? ദൈവം എനിക്ക് നല്ല ആരോഗ്യം തരും. രോഗിയായിട്ടുള്ള രോഗിയായിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അതുപോലെയാണ് സന്തോഷം. ദൈവം എനിക്ക് സന്തോഷം തന്നിരിക്കുന്നു. ഇല്ലാത്തപ്പോഴും ഉണ്ടെന്ന് ചിന്തിച്ച് പ്രാപിച്ചെടുക്കുവാനൊക്കും. ഹല്ലേലൂയ. നിങ്ങൾ അതിനനുസരിച്ചായിരിക്കും. ഒന്ന് വായിക്കാം. വ്യത്യാസം. നിങ്ങൾ തുടർച്ചയായി ചിന്തിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കും. അതനുസരിച്ചായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അഥവാ പ്രവർത്തിക്കാതെ ഇരിക്കുന്നത്. ആരോഗ്യമുള്ള ആൾ എന്തെടുക്കും? എക്സർസൈസ് ചെയ്യും. ആരോഗ്യമില്ലാതെ എനിക്ക് നടക്കാനൊന്നും പാമില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റു. വാസ്തവത്തിൽ എനിക്ക് നടക്കാൻ മനസ്സില്ലായിരുന്നു.
ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങാം, റെക്കോർഡൊക്കെ ചെയ്യാനുള്ളതില്ലയോ. ഇല്ല, ഞാൻ വിചാരിച്ചില്ല, പാടില്ല, അല്ലേ, ഇല്ലേ, പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ തന്നെ കോളറെ പിടിച്ചു എഴുതേറാ പറയൂസേ എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതുപോലെ ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് ഞാൻ ചായ ഉണ്ടാക്കി താഴെ കൊണ്ട് സെക്യൂരിറ്റി ഗാർഡിന് കൊടുത്തു. ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡിൽ 64 ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി കൂടെ പറയുന്നതിനറിയാം, ചെടി തെറ്റിയിരിക്കും, എനിക്ക് സെക്യൂരിറ്റി ഗാർഡുണ്ടെന്ന്. കർത്താവേ, വേലക്കാർ പോലും ഇല്ലാത്തൊരു വീടാണ് എൻ്റെ വീട്. കൊണ്ട് കൊടുത്തു. എന്നിട്ട് വന്നിരുന്ന് മിച്ചം ഏകദേശം 40 മിനിറ്റ് 45 മിനിറ്റ് പ്രാർത്ഥിച്ചു. എന്നിട്ട് നടക്കാൻ പോയി. ഹല്ലേലൂയ. വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കും. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളൊരിടത്തൊരു പ്രവർത്തനത്തിൽ ചെന്ന് കഴിയുമ്പോൾ എന്തോ അവിടെ പ്രവർത്തിക്കുന്നതെല്ലാം എന്ന് പറയും, ഇവിടെ വലിയ വിലയൊന്നും ഉണ്ടാകത്തില്ല, ഇവിടെ ഒരു ചെറിയ സഭയേ ഉണ്ടാകത്തുള്ളൂ. വേറൊരാൾ ചെന്നിട്ടെന്ന് പറയും, ഇവിടെ ഒരു വലിയ സഭയില്ലല്ലോ. ഒരു വലിയ സഭയ്ക്കുള്ള സാധ്യതയുണ്ട്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കും. നിങ്ങളൊരു ഉദാഹരണം കേട്ട് കാണും. പണ്ട് ഞാൻ കേട്ടതാണ്, ഒരു ദൈവദാസൻ പറഞ്ഞു കേട്ടാണ്. ഒരാളിനെ ഒരു ഷൂസ് കമ്പനിക്കാർ ആഫ്രിക്കയിലേക്ക് അയച്ചു. അയാളോട് ചെന്നവരെല്ലാം നോക്കി വെച്ച് പറഞ്ഞു, ഇവിടെ വലിയ സ്കോപ്പൊന്നുമില്ല, ഇവിടെ വലിയ സാധ്യതയുള്ള സ്ഥലം, കാരണം ഇവിടെ ആരും ചെരിപ്പെടുന്നില്ല. അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. കമ്പനി വേറൊരാളിനെ അയച്ചു. അദ്ദേഹം അവിടെ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞു, ഇവിടെ നല്ല സാധ്യതയുണ്ട്, ഇവിടെ ആർക്കും ഷൂസില്ല, എളുപ്പം കുറച്ച് ഷൂസ് അയച്ചാട്ടെ, 7-ാം നമ്പർ, 8-ാം നമ്പർ, 9-ാം നമ്പർ, അല്ലേ. ഒരേ സാഹചര്യം 2 വിധത്തിൽ കാണുന്നു. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കോട്ടയത്ത് ഒരു പേര് പറയാൻ പോവുക, ആരും പിണങ്ങരുത് കേട്ടോ. കോട്ടയത്ത് കൂടിപ്പോയാൽ പ്രസംഗകരുടെ രാജകുമാരനായിരുന്നു പാസ്റ്റർ PM ഫിലിപ്പ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. എനിക്കറിയാം, അസാധാരണമായ പ്രസംഗം. അദ്ദേഹം ആ നേരിയതിലൊക്കെ പിടിച്ചുകൊണ്ടെന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആരും കരഞ്ഞു പോകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഭയിൽ 300 പേരില്ലായിരുന്നു. അദ്ദേഹം വലിയ ആളാ, പ്രസംഗം നല്ലതല്ലാഞ്ഞിട്ടല്ല. ആ സമയത്താണ് ബിസിനസ്സുകാരനായ ഒരു സഹോദരൻ തങ്കു ബ്രദർ എഴുന്നേറ്റു. അദ്ദേഹം പാരലൈസായിട്ട് കിടക്കും, ഒരു ആക്സിഡൻറ്റിനകത്ത്. അദ്ദേഹം വിശ്വസിച്ചു. ഇവിടെ ഒരു വലിയ എത്ര പേരുണ്ടെന്നറിയാം? 10,000 ആളുകൾ. എത്ര 10,000 ഉണ്ടെന്നും പറയുന്നില്ല കേട്ടോ, ഒത്തിരി. ലോകം മുഴുവൻ സഭകൾ. എന്താ കാര്യം? വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ. അതുപോലെ ഡൽഹിയിൽ കൂടിപ്പോയാൽ ഇവിടുത്തെ വലിയ സഭ 300 പേര്. ഞാൻ ഈ സഭയെന്ന് പറയുമ്പോൾ പെന്തിക്കോസ് സഭയാണ്. മറ്റിടത്തൊക്കെ മർത്തോമക്കാരായിരിക്കുന്നു, യാക്കോവക്കാരായിരിക്കുന്നു. പെന്തിക്കോസുകാരങ്ങനെയല്ല, വേറെ അടുത്ത് വരുന്ന ബ്രദറുകാരും അതുപോലെയാണ്. കൂടിപ്പോയാൽ ഒരു 300 പേരേ ഉള്ളൂ. ആ സമയത്താണ് വേറൊരു ചെറുപ്പക്കാരൻ, ഒരു മർത്തോമായിൽ നിന്ന് വന്ന ചെറുപ്പക്കാരൻ, ചാണ്ടി വർഗീസ്. അദ്ദേഹം പറഞ്ഞു, ഇവിടുന്നുണ്ട് വലിയ സഭയുടെ 7,000 പേരുണ്ട്, അതിൽ കൂടുതലുണ്ട്, 10-20ലധികം സഭകളുണ്ട്. ഒരാൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു. നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. ചാണ്ടി വർഗീസ് മാത്രമാണോ? ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്, അല്ലേ. അങ്കിട്ട് സാജുവാൻ 30,000-ലധികം പേരുണ്ട്. അരുൾ തോമസ് 5,000-ലധികം പേരുണ്ട്. രാജ്മോഹൻ, അദ്ദേഹത്തിനുണ്ട് 900-ലധികം പേര്. 900-ലധികം ഒരു സഭയിൽ. അതുപോലെ ഒത്തിരി സഭകളുണ്ട്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. ഞാൻ മനസ്സിലായോ? സാമ്പത്തിക നിലവാരത്തിലുള്ളവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു, ആരോഗ്യമുള്ളവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു, സന്തോഷവാരായവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളായിത്തീരണം. നിങ്ങൾക്ക് ചിന്തിക്കണം, വലിയ സഭ സാധ്യമാണ്, വലിയൊരു ബിസിനസ് സാധ്യമാണ്, വലിയൊരു വിദ്യാഭ്യാസം, ഒരു PhD, 2 PhD, 3 PhD സാധ്യമാണ്, കുറച്ചുകൂടെ ഭൂമി വാങ്ങിക്കുവാൻ എനിക്ക് സാധ്യമാണ്. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ എഴുതിയെടുത്താണ്. ചേഞ്ച് യുവർ തോട്ട്, ചേഞ്ച് യുവർ ബിലീഫ്, ചേഞ്ച് യുവർ കൺഫെഷൻ. നിൻ്റെ പറയുന്ന വാക്കുകൾ വ്യത്യാസപ്പെടുത്തുക. ചേഞ്ച് യുവർ ഫ്രണ്ട്സ്. 4 കാര്യങ്ങൾ മലയാളത്തിൽ പറയാം. നിൻ്റെ ചിന്താധാര മാറ്റിയെടുക്കുക. അതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കണം, അതുപോലുള്ള കൂട്ടുകാരെ വേണം. നിൻ്റെ ചിന്താധാര മാറ്റിയെടുക്കുക. നിൻ്റെ വിശ്വാസം മാറ്റിയെടുക്കുക. ഇവിടെ വളരെ നടക്കാതെ ഞാൻ രോഗിയായിട്ടിരിക്കത്തുള്ളൂ, എനിക്ക് വലിയ ഭാവിയൊന്നും ഉണ്ടാകത്തില്ല, ഞങ്ങളുടെ വീട്ടിലുള്ളവരാരും MA പാസ്സായിട്ടില്ല, BA ഒക്കെ വന്നു കഴിയുമ്പോൾ തോറ്റതേ ഉള്ളൂ. ഇല്ല, വ്യത്യാസം. നിൻ്റെ വ്യത്യാസം പറയാം. നീ പറയുന്ന ഏറ്റുപറച്ചിൽ മാറ്റിയെടുക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ 4 പുസ്തകങ്ങൾ വെച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഏറ്റുപറച്ചിൽ, പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ എഴുതിയത്. ഇതാണ് ഒരു അമ്മയുടെ ഏറ്റുപറച്ചിൽ, ലിലി എഴുതിയത്. ഒരു രോഗിയുടെ ഏറ്റുപറച്ചിൽ, ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റുപറച്ചിൽ. ഇതൊക്കെ ഇനി എഴുതാനൊക്കെ ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റുപറച്ചിൽ. പക്ഷേ ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയായിരിക്കണം. ചേഞ്ച് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ സ്നേഹിതരെ മാറ്റണം. നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ അവരെ മാറ്റിയെടുത്ത് വെച്ചാൽ പോസിറ്റീവായിട്ട് വലിയ ഭാവനയോടെ ചിന്തിക്കുന്നവരുമായിട്ട് കൂട്ടുകൂടണം. 8
നിങ്ങൾ ഞെരുക്കത്തിലായിരിക്കുന്നത് നിങ്ങളുടെ പക്കൽ രൂപ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ ഞെരുക്കത്തിലായിരിക്കുന്നത്. പിന്നെയോ നിങ്ങൾക്കൊരു സ്വപ്നം ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു സ്വപ്നം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ബി, ആ സ്വപ്നത്തിൽ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. ഒരു സ്വപ്നമുണ്ടോ? എനിക്കൊരു വലിയ സഭയുണ്ടാവും, പക്ഷേ അത് വിശ്വാസമൊന്നുമില്ല. അതൊക്കെ പറയാം. ഒരിക്കൽ അമേരിക്കയിൽ പോയിട്ട് കെന്നത്ത് ഹാഗിൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ചേ, എന്ത് വലിയ ഭാഗ്യവാനാണ്. അദ്ദേഹം ഇവിടെ വന്നു, എന്നെ കാണാൻ വന്നുവെന്നറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സ്ഥലത്തുള്ള അറ്റാക്കിനെ പറ്റിയുള്ള പേപ്പർ കട്ടിങ്ങുമായിട്ടാണ് വന്നേ. വേറെ പഠിച്ചിട്ടുള്ളവരെ എനിക്കറിയാം, ഒന്നും കാര്യമായിട്ടൊന്നും സാധിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. ആ സ്വപ്നത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കഠിനാധ്വാനം ചെയ്യാത്തത് കൊണ്ടുകൂടാണ് അല്ലേ. സ്വപ്നമുണ്ടോ? എനിക്കൊരു 1000 പേരെ സ്നാനപ്പെടുത്തണം, എന്നിട്ട് എന്തോ ചെയ്തു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നടക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഡു സംതിങ്. അതിൽ കൂടെ 4 വശത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവിടെയുള്ള അന്ധകാര ശക്തികളെ ഒന്ന് ഫലസിച്ചാട്ടെ. അവിടെയുള്ളവർക്കൊക്കെ ട്രാക്റ്റ് കൊടുത്താട്ടെ. അവർക്കുള്ളവർക്ക് ഒരു പുസ്തകം കൊടുത്താട്ടെ. ആളുകളുടെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞുവെച്ച്, വീട്ടിലൊക്കെ പോയി കഴിഞ്ഞുവെച്ച്, ഞാൻ ഇവിടുത്തെ ദൈവവേലക്കാരനാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ വിസിറ്റിംഗ് കാർഡ് അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഒന്ന് ആദ്യത്തെ അല്ല, ഇപ്പോൾ രണ്ടാമത്തെ ആയിരിക്കും. അതിനകത്ത് അടിച്ചിരുന്നു, എൻ്റെ മേളിൽ അടിച്ചിരുന്നു ചെറിയ അക്ഷരത്തിനകത്ത്, ആർ യു സിക്ക്? നിങ്ങൾ രോഗിയാണോ? നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ? എൻ്റെ അടുക്ക പറഞ്ഞാട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ധൈര്യത്തോടെ കൊടുത്തു. അതാണ് എല്ലാവർക്കും കൊടുത്തത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അടുത്ത വീടുകളൊക്കെ പോകണം. ഒരു കഠിനാധ്വാനം ചെയ്യാത്തത് കൊണ്ടാണ്. 9ാമത്തെ കാര്യം, ഒരു ഗവൺമെൻറ്റും പ്രോസ്പെറിറ്റി ജനങ്ങൾക്ക് നൽകുന്നില്ല. ഒരു ഗവൺമെൻറ്റും, കേരള ഗവൺമെൻറ് കൊടുക്കുന്നില്ല, തമിഴ്നാട് കൊടുക്കുന്നില്ല, ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്നില്ല, അമേരിക്കൻ ഗവൺമെൻറ് കൊടുക്കുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. അവരതിന് പദ്ധതികൾ ഉണ്ടാക്കി തരികയാണ്, അവർ വാരി വിതറുകയാണ്. ഫാക്ടറി തുടങ്ങിയാട്ടെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്ററായി കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വാതിലുകൾ തുറക്കാൻ പോവാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ കയറി വരാൻ പ്രയാസമായിരിക്കും, അത്ര സ്പീഡിലായിരിക്കും ഞാൻ പദ്ധതികൾ ഉണ്ടാക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ ജനങ്ങൾക്ക് പ്രോസ്പെരിറ്റി കൊടുക്കുന്നില്ല, പക്ഷേ അവന് പദ്ധതി ഉണ്ടാക്കി തരുന്നു, വാരി വിതറുന്നു. ഒട്ടേറെ പേർ ആ അവസരം ഉപയോഗിക്കുന്നു പ്രോസ്പെരിറ്റിയുടെ, അത് എത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുന്നു. സഭാ വളർച്ചയും അതുപോലെ തന്നെയാണ് കേട്ടോ. ആണ്, ദൈവം ഓപ്പർച്യൂണിറ്റി തരും. ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയാം അല്ലേ. മലയാളികൾ, നിങ്ങൾ പിണങ്ങരുത്, ഞാൻ മലയാളി ആയിരിക്കുന്നതിൽ സന്തോഷിക്കുന്ന മനുഷ്യനാണ്, അഭിമാനിക്കുന്ന മനുഷ്യനാണ്, ദുരഭിമാനമില്ല, അഭിമാനിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ എത്ര പേര് ബിസിനസ് തുടങ്ങുന്നുണ്ട്, ഗവൺമെൻറ് തുടങ്ങുന്നതൊക്കെ. ആ ബിസിനസ് തുടങ്ങുന്നവൻ്റെ ബിസിനസ്സിനകത്ത് പോയിട്ട് മാനേജറായിട്ടോ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടോ ക്ലർക്കായിട്ടോ ജോലി ചെയ്യുന്നില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അമേരിക്കയിൽ എത്ര പേരാണ് മലയാളികൾ ജോലി ചെയ്യുന്നത്? എത്രയോ. ആദ്യം പോയതൊക്കെ മലയാളികളായിരുന്നു. എന്നിട്ട് എത്ര പേര് അവിടെയുള്ള കമ്പനികളുടെ ബ്രാഞ്ചസ് തുടങ്ങി. KFC ആര് തുടങ്ങി? മലയാളി തുടങ്ങി. അല്ല, ഇന്ത്യക്കാരാണ് അല്ലേ. പിസ്സ ഹട്ട് എങ്ങനെയാണ് പറയുന്നത്? പിസ്സ ഹട്ട്, PIZZ പറയേണ്ടത് പിസ്സ എന്നാണ്, PITZ എന്നാണ് പറയേണ്ടത്, പിസ്സ. എത്ര പേര് പിസ്സ തുടങ്ങി? നമ്മുടെ മലയാളികൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല. ഗവൺമെൻറ് വാതിലുകൾ തുറന്നു തരുന്നു, പക്ഷേ നമ്മൾ എത്തിപ്പിടിക്കണം. പ്രോസ്പെരിറ്റി എത്തിപ്പിടിക്കുക ചെയ്യേണ്ടത്. കുറേ പേർ പ്രായോഗികമാക്കുന്നു, മറ്റുള്ളവർ അത് കണ്ട് സന്തോഷിക്കുന്നു. 1900 സഭാ വളർച്ച അല്ലേ. ഞാനീ പറഞ്ഞില്ലേ, ഡൽഹിയിൽ അവർ 3, 4, 5, കോട്ടയത്ത്, എറണാകുളത്ത്, തിരുവനന്തപുരത്ത്, ബാക്കിയുള്ളതെന്ന് പറയാം, അതവിടെ അവർക്ക് ഉപദേശമൊന്നുമില്ല, അതുകൊണ്ടാണ്. പിന്നെ അവർ പറയുന്ന ഉപദേശം തന്നെ പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ട് അവരുടെ സഭ വളരുന്നില്ല? ഞാൻ ആരും കുറ്റം പറയുകയില്ല, ചിന്തിക്കാൻ പറയുകയാണ്. എന്തുകൊണ്ട് പറയുന്നില്ല നമുക്ക് ഡബിൾ ആകാനൊക്കും? എന്തുകൊണ്ട് പറയുന്നില്ല നമുക്ക് ട്രിപ്പിൾ ആകാനൊക്കും? എന്തുകൊണ്ട് പറയാനൊക്കുന്നില്ല നമുക്ക് 10 ഇരട്ടി വളരുവാനൊക്കും 10 വർഷത്തിനകത്ത്? 1989 മദ്രാസിൽ നിന്നും ഡോക്ടർ റോജർ ഹെഡ്ലൻഡ് വന്നു. ഞങ്ങളെ 79 ഞങ്ങളെ വന്ന് 79 ഞങ്ങളെ വന്ന് പഠിപ്പിച്ചു ടാർഗറ്റിങ് ആൻഡ് ഗോൾ സെറ്റിംഗ്. ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ കൊച്ചു സംഘടനയാണ്, 36 പേരെ കാണത്തുള്ളൂ. ഞങ്ങളെല്ലാവരും താഴെ ഇരിക്കുക, ഞങ്ങൾക്ക് ഒരു കസേര പോലും ഇല്ല, ഡെറി വിരിച്ചിട്ട് അതിനകത്തിരിക്കുകയാണ്. ഒരു കസേര, ഒരു കൊച്ചു മേശയുണ്ട്, അത് ഞങ്ങൾ ഈ ക്ലാസ് എടുക്കാമെന്ന ആളിന് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും താഴെ ഇരിക്കുകയാണ്. ഞാൻ, ഈ പച്ചനെ, മാത്യു, ജോർജ്, സാഹു, എല്ലാവരും താഴെ ഇരിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, നമ്മളിന്നൊരു പുതിയ സിദ്ധാന്തം പഠിച്ചു.
ഇത് ഫിലിപ്പീൻസിൽ പ്രാക്ടിക്കലായി എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇന്ത്യയിലും പ്രാക്ടിക്കലാവും. ടാർഗറ്റിംഗ് ആൻഡ് ഗോൾ സെറ്റിംഗ്. ഞാൻ പറഞ്ഞു അടുത്ത 10 വർഷത്തിനകത്ത് നമ്മൾ 200 സഭ സ്ഥാപിക്കുക. 100 പറയാൻ തുടങ്ങിയാണ്. ഞാൻ വെച്ചു ദൈവത്തിൻ്റെ കല്ലിൽ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചത് കുറഞ്ഞത് കൊണ്ട് എനിക്ക് കിട്ടുന്നത് കുറഞ്ഞതാകാൻ പാടില്ല. അതുകൊണ്ട് ചില കൂടുതൽ ചോദിച്ചാൽ ഞങ്ങൾ 36 പേരേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അദ്ദേഹം കണ്ടു, ഈ റോജർ ഹെഡ്ലൻ്റെ എൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിനൊരു കാരണം ഉണ്ടായിട്ട് കണ്ടതാണ്. ആരൊക്കെയാണ് ഇവിടുന്ന് എത്ര രൂപ തന്നു ഞാൻ അദ്ദേഹം കാണിച്ചു. ഞാൻ പറഞ്ഞു 200 സഭ. അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ തല വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഓ ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. കാരണം എൻ്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സാണ്. എൻ്റെ കൂടെ BTH ഉള്ള 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പഠിത്തമുള്ളവരും പഠിത്തമില്ലാത്തവരും 5ാം ക്ലാസ് പഠിച്ചവരും 10ാം ക്ലാസ് പഠിച്ചവരാണ്. അപ്പോൾ അദ്ദേഹത്തിനറിയാം എൻ്റെ പണമില്ല, ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമില്ല, എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. അദ്ദേഹം പറഞ്ഞു ശരിയായിരുന്നു, നടന്നില്ല. 10 വർഷം കൊണ്ട് 200 സഭ സ്ഥാപിച്ചില്ല. 5 വർഷം കൊണ്ട് 200 സഭ സ്ഥാപിച്ചു. 5 വർഷം കൊണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. അങ്ങനെ പഠിക്കുന്നവരുമായിട്ട് ചെയ്യുന്ന പ്രാക്ടിക്കൽ ഉള്ളവരുമായിട്ട് നമ്മൾ കൂട്ടി നടന്നിട്ട് നമ്മൾ ഒരു വലിയ ലക്ഷ്യമുണ്ടാക്കിയെടുക്കണം. അതുപോലെ കുടുംബസമാധാനം. ഒരു വീട്ടിൽ കുടുംബസമാധാനമൊന്നുമില്ല, വഴക്കാണ്. പക്ഷേ ഒരു ആഗ്രഹം, കുടുംബസമാധാനം ഞാൻ ഉണ്ടാക്കിയെടുക്കും. കുടുംബസമാധാനം അതിനെന്ത് വേണം? ആ കുടുംബസമാധാനത്തെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കണം, വാക്യങ്ങൾ കണ്ടുപിടിക്കണം. കുടുംബസമാധാനം ഇല്ലാതിരിക്കുന്നവരെ പറ്റിയല്ല ചിന്തിക്കുന്നത്, കുടുംബസമാധാനം ഉള്ളവരെ പറ്റി. ഹല്ലേലൂയ. എനിക്ക് ദൈവദാസന്മാരെ അറിയാം, പാസ്റ്റർമാരെ അറിയാം. ആഴ്ചയിൽ ഒരു വഴക്കെങ്കിലും ഉണ്ടാക്കുന്നത്. 2 മുറി കിടന്ന് ഉറങ്ങുന്നവരെ എനിക്കറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തവരെ എനിക്കറിയാം. ഉണ്ട് കേരളത്തിൽ. പണങ്ങളിൽ ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് പറയുകയാണ്. അവരുമായിട്ടല്ല കൂട്ടുപിടിക്കേണ്ടത്, വഴക്കുണ്ടാകാത്തവരുമായിട്ട്, സമാധാനത്തോടെ ജീവിക്കുന്നവരുമായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വഴക്കുണ്ടാക്കുന്ന ഒരു പാസ്റ്ററും ഫാമിലി സെമിനാർ നടത്തുന്നുണ്ട്. ഇപ്പോഴില്ല, 2 പ്രാവശ്യം നോക്കിക്കഴിഞ്ഞിട്ട് നടന്നില്ല. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാണെന്നറിയാമോ? നമുക്ക് അവസരങ്ങളുണ്ട്, നമ്മളത് എത്തിപ്പിടിക്കണം. പ്രോസ്പെരിറ്റിയുടെ അവസരങ്ങളുണ്ട്. ദൈവം തരുന്നുണ്ട്, ഗവൺമെൻറ് തരുന്നുണ്ട്, സാഹചര്യം തരും, സഭ തരും. ഇതൊക്കെ നമ്മൾ എത്തിപ്പിടിക്കണം. 10 അതിശക്തമായ ഒരു ദർശനമുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് വലിച്ച് കൊണ്ടെത്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറണം, അല്ലേ? ഒരു ദർശനമുണ്ടെങ്കിൽ ആ ദർശനത്തിലേക്ക് 200 സഭ 2000 സഭ ആകണമെന്ന് ഞങ്ങൾ ഒരിക്കൽ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് വെച്ച് ഞങ്ങളെപ്പറ്റി പഠിക്കാൻ വന്ന ഒരു സായിപ്പ് ആരാണ്? പോൾ കോളർ. അദ്ദേഹം വന്നു കഴിഞ്ഞ് വെച്ച് പിന്നെ എൻ്റെയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, വർഗീസ് ബ്രദറെ നീ പറഞ്ഞത് ശരിയാണ്. നിൻ്റെ കൊച്ചു ഗ്രാമത്തിലെ വില്ലേജ് പ്രീച്ചറെ പോലും രാത്രി 2 മണിക്ക് എന്ന് വെച്ചു എഴുതരുത്. എന്തുവാ നിങ്ങൾ ദർശനം എന്ന് ചോദിച്ചാൽ 2000 വർഷം അവൻ 2000 സഭകളാവും. അപ്പോൾ നിങ്ങളുടെ ആ ദർശനത്തിലേക്ക് നിങ്ങളെടുക്കണം, നിങ്ങളുടെ കൂടെയുള്ളവരെ എടുക്കണം, നിങ്ങളുടെ ഭാര്യ എടുക്കണം, മക്കളെടുക്കണം, സഭയുടെ എൽഡർമാരെടുക്കണം. അങ്ങനെയാണെങ്കിൽ ലോകം നിങ്ങളുടെ മുമ്പാകെ കുനിഞ്ഞു വരും. 1 വർഷം കൊണ്ട് നടന്നില്ലെന്ന് വരും, 2 വർഷം കൊണ്ട്. സാവധാനത്തിലായിരിക്കും. ഉദാഹരണം പറഞ്ഞുതരാം. ഒരു 30 പേരുള്ളൊരു സഭാപാസ്റ്റർ പറയുകയാണ്, എനിക്ക് 1000 പേരുള്ളൊരു സഭയാക്കി തീർക്കണം ഇതിനെ. തെളിവുകളുണ്ട് എൻ്റെ കയ്യിൽ. ഉറക്കെ പറയും 300 പേര്. 1000 എന്ന് പറയത്തില്ല ആദ്യം, കാരണം 30 ഉള്ളൂ. അപ്പോൾ ഇനി പറയും റീച്ചബിൾ ടാർഗറ്റ്. ഒരു കട, മുറുക്കാൻ കടയാണ്, അല്ലേ? നമ്മൾ ഇന്നത്തെ കാലത്ത് വിശ്വാസികൾ മുറുക്കാൻ വിൽക്കുന്നില്ലെന്ന് പറയാം. ചീപ്പുമൊക്കെ വിൽക്കുന്ന ഒരു കൊച്ചു കടയാണ്, മിഠായിയൊക്കെ വയ്ക്കുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു ആഗ്രഹം, ഈ പട്ടണത്തിന് നല്ല, അതുപോലെയാണ് 300 പേരുള്ള ഒരു സഭ. എനിക്കിത് 30 പേരുള്ള, എനിക്ക് 1000 പേരാക്കണം. എന്തോ പറയണം പരസ്യമായിട്ട്? 300. പക്ഷേ ഏകദേശം 200 ആകുമ്പം പറയണം 700, 500 ആകുമ്പോൾ പറയണം 1000. അത് കഴിയുമ്പോൾ 1000 ഏകദേശം 800 ആയിക്കും 3000. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു വലിയ ദർശനമുണ്ടെങ്കിൽ ആ ദർശനത്തിലേക്ക് നിങ്ങൾ വലിച്ചടുക്കപ്പെടും. ഒരിക്കലും ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഓറൽ റോബർട്ട്സിനെ പറ്റി. അമേരിക്കയിലെ ഒരു വലിയ പാസ്റ്ററാണ് ഓറൽ റോബർട്ട്സ്, മരിച്ചുപോയി. അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്നൊരാഗ്രഹം. എല്ലാവരും എതിർപ്പായിരുന്നു. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് നടന്നു. അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹം ഉറങ്ങുന്നത് പോലും മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു. അദ്ദേഹം തുടങ്ങി. ആരെല്ലാം എതിർത്തിട്ടുണ്ട്, സകലരും എതിർത്തു.
പത്രങ്ങളെല്ലാം, മീഡിയ മുഴുവൻ എതിർത്തു. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വപ്നം ഒരു വലിയ ദർശനമുണ്ടെങ്കിൽ ആ ദർശനത്തിലേക്ക് നമ്മൾ വലിച്ച് അടുക്കപ്പെടണം. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് പ്രവർത്തനം, പുരോഗതി പരിശോധിക്കണം. എന്തുകൊണ്ടാണ് വളരാത്തത്? ഞാൻ 1000 പേരുടെ ദർശനമുണ്ട്, 300 പേരെന്ന് പറഞ്ഞിട്ട് നടക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ പരിശോധിക്കണം, എവിടെയാണ് തകരാറ്? എൻ്റെ ജീവിതത്തിനകത്തെ പാപമാണോ, അതോ എൻ്റെ അഹങ്കാരമാണോ? എനിക്ക് കൂടെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇന്ന് രാവിലെ ഉണ്ടായി, അല്ലേ? ഞാൻ ഇവിടെ നിന്നുകൊണ്ടുണ്ടായി, ഞാനിവിടെ മെസ്സേജ് ഉണ്ടാക്കിയപ്പോൾ എനിക്കുണ്ടായി. ഇതെല്ലാം എൻ്റെ പേരിന് വേണ്ടിയാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യുന്നതാണ്. ആൾക്കൊരു വിചാരം ഉണ്ടാവും, ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഇയാൾക്ക് വലിയ പേര്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇതിപ്പോൾ അടച്ചുപൂട്ടാൻ തയ്യാറാണ്. എൻ്റെ ഈ സ്വപ്നം അടച്ചുപൂട്ടാൻ തയ്യാറാണ്. ഞാൻ മരിച്ചുപോയി കഴിഞ്ഞ് പോലും എൻ്റെ സ്വപ്നം മറ്റുള്ളവർ ഏറ്റെടുക്കുമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ മരിച്ചുപോയി കഴിയുമ്പോഴും വേറെ കുറച്ച് പേരൊക്കെ എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ പ്രവർത്തന പദ്ധതികൾ ഏറ്റെടുത്തെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു. അതുകൊണ്ട് പരിശോധിക്കണം. വേണ്ട തിരുത്തലുകൾ ഉണ്ടെങ്കിൽ സ്വീകരിക്കും. തിരുത്തലുകളുണ്ടെങ്കിൽ എൻ്റെ ദർശനത്തെപ്പറ്റി പറയാം. ഞാൻ ആദ്യം പോയത് കട്രായിലാണ്. അന്ന് എൻ്റെ മിഷൻ്റെ പേര് കട്ര ഇവാഞ്ചലിക്കൽ മിഷൻ എന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കട്രായിൽ നിന്ന് വേറെ പലയിടത്തുമൊക്കെ വരെ വന്നു. ജമ്മുവിലായി, RS പുരയിലായി, സാംബയിലായി, കട്ടുവായിലായി. അന്നേരം ഞാൻ പെട്ടെന്ന് പേരങ്ങ് മാറ്റി, കാശ്മീർ ഇവാഞ്ചലിക്കൽ ടീം. അത് കഴിഞ്ഞ് പഞ്ചാബിലോട്ട് മാറിയത്. പെട്ടെന്ന് ഞാൻ മാറ്റി, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം. പിന്നെ എൻ്റെ ദർശനം മുഴുവൻ ഇന്ത്യയിലേക്ക് മുഴുവനായി. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കുമായി. അത് കഴിഞ്ഞപ്പോൾ ബർമ്മയിലേക്കുമായി. അപ്പോൾ എൻ്റെ ഒരാൾ പറഞ്ഞു, വർഗീസ് ബർമ്മയിലേക്ക് നോക്കണ്ട, കാരണം അവൾ വളരെ ഡേഞ്ചറസ് ആണ്. വർഗീസ് പോയാൽ വർഗീസ് പ്രശ്നമായി തരും. അതുകൊണ്ട് ഞങ്ങളൊന്ന് മാറ്റി വെച്ചിരിക്കാം. നിർത്തിയെന്ന് പറയുന്നില്ല, മാറ്റി. ചിലപ്പോൾ നമ്മുടെ ചില സ്വപ്നങ്ങളൊക്കെ പൊതിഞ്ഞു കെട്ടി മാറ്റി വയ്ക്കേണ്ടി വരും. അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. രണ്ടാമത് ദൈവം ജീവൻ കൊടുത്താൽ ആരംഭിക്കും, ഇല്ലെങ്കിൽ വേറെ പലർക്കും പ്രവർത്തിക്കാമല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് പരിശോധിക്കണം, ഇത് മതിയോ, വേറെ എന്തെങ്കിലും ചെയ്യണമോ? ഹല്ലേലൂയ. വേറൊരു ഉദാഹരണം പറയാം. ഒരിടത്തൊരു സുവിശേഷ വേലക്കാരൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക. എന്താ? സഞ്ചാര സുവിശേഷകൻ, അല്ലേ? നടന്ന് പ്രസംഗിക്കുന്നു, പലയിടത്തായിട്ട് പ്രസംഗിക്കുന്നു. IPC പോകുന്നു, അസംബ്ലിച്ച് പോകുന്നു, മർത്തമക്കാരെ വിളിച്ച് അവിടെ പോകുന്നു, വേറൊരു ഇൻഡിപെൻഡൻറ്റ് പ്രേ ഗ്രൂപ്പുകാരെ വിളിച്ച് അവിടെ പോകുന്നു, CSIക്കാർ കൺവെൻഷന് പോകുന്നു. ഹല്ലേലൂയ. ആരും വിളിച്ചില്ലെങ്കിൽ എന്തോ വേണം? വിളിക്കാതെയും പോകണം, അങ്ങോട്ട് പോകണം. അവർ പ്രസംഗിക്കാൻ അവസരം തന്നെന്ന് വരും, തന്നില്ലെന്ന് വരും. മനസ്സിലാവുന്നു? ദർശനത്തോട് നമ്മൾ അടുത്ത് ചേർന്ന് നടക്കണം. എൻ്റെ ഒരു ദർശനമാണ്, പറയണം, എനിക്കെല്ലായിടത്തും പോയി പ്രസംഗിക്കണം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പ്രസംഗിക്കണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കൂടെ പോകണം. ഹല്ലേലൂയ. അതുകൊണ്ട് പോയി കാണണം, അങ്ങോട്ട് കയറി ചെല്ലണം. ഹല്ലേലൂയ. കയറിപ്പോകണം. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, ഞാൻ ചിലരെ സഹായിക്കുകയാണ്, ചില ദൈവവേലക്കാരെ സഹായിക്കുകയാണ്. ഞാനിതുപോലെ ഒരു സഞ്ചാര സുവിശേഷമാണ്. ഇതാണ് എൻ്റെ കാർഡ്. എപ്പോഴെങ്കിലും എൻ്റെ ശുശ്രൂഷ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. 10 പേരെടുക്കെ പറയാമെങ്കിൽ 4 പേരെങ്കിലും ഒരു കൊച്ചു മീറ്റിങ്ങിനെങ്കിലും വിളിച്ചെന്ന് വരും. ഞാൻ ആദ്യം പോകുമ്പോൾ എന്നെ ആരും വിളിക്കത്തില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമായിരുന്നു. ഞാൻ എഴുതും, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അത് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് പോലും പ്രസംഗിപ്പിക്കാത്തവരുണ്ടായിരുന്നു. പക്ഷേ അതിനെന്താ, ഞാൻ പോകുന്നു, നിർത്തിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദർശനത്തോടുകൂടെ ആ ദർശനം മരിക്കാൻ അനുവദിക്കരുത്. എങ്ങനെയാണ് ഒരു ചെടി വെച്ച് കഴിയുമ്പോൾ ആ ചെടിക്ക് വെള്ളം കോരി ഒഴിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ദർശനവും നിങ്ങൾ വലുതാക്കിയെടുക്കണം. 11, നിങ്ങളുടെ കഴിഞ്ഞ കാലം നിങ്ങളുടെ ചരിത്രം എഴുതുവാനുള്ള മാനദണ്ഡമായി എടുക്കരുത്. കഴിഞ്ഞ കാലം തോറ്റുപോയി, വലിയ മീറ്റിംഗ് ഒന്നുമില്ല, ഞങ്ങളുടെ സഭയ്ക്കകത്ത് 2 പേരെ സ്നാനപ്പെട്ടുള്ളൂ, പിന്നെ ആരും സ്നാനപ്പെടുന്നില്ല, പുതുതായിട്ട് ആരും വരുന്നില്ല. അതുകൊണ്ട് നിൻ്റെ ഭാവി എഴുതുവാൻ ഇതുപോലെ എൻ്റെ ശുശ്രൂഷ ഇങ്ങനെ ആയിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിട്ട് പുതിയൊരു അധ്യായം തുടങ്ങുക. അടുത്ത വർഷം 2027, അത് കഴിയുമ്പോൾ 2028, അത് കഴിയുമ്പോൾ 2029. ഹല്ലേലൂയ. കഴിഞ്ഞ കാലം വെച്ചുകൊണ്ട് നിൻ്റെ ഭാവി എഴുതാതെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഒരു പുതിയ അധ്യായം തുടങ്ങുക. ഞാൻ സഞ്ചാര സുവിശേഷനായിട്ട് പ്രവർത്തിക്കും. ഞാൻ അടുത്ത വർഷം 30 പേരെ സ്നാനപ്പെടുത്തും. ഞാൻ എൻ്റെ സഭയിലുള്ളവരെല്ലാവരും കൂടെ പരിശ്രമിക്കും. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തുണ്ടായ അബദ്ധത്തിൽ നിന്നും പഠിക്കണം. എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയോ എവിടെയെങ്കിലും? എൻ്റെ പ്രവർത്തനത്തിനകത്ത്, എൻ്റെ സഹോദരന്മായിട്ടുള്ള ഇടപാടിനകത്ത്
എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യുവാൻ തക്കോണം സാധിക്കണം. 12ാമത്തെ കാര്യം, നിങ്ങൾക്ക് 6, 7, 8 മണിക്കൂർ യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലവാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്പെറിറ്റിയിൽ എത്തിച്ചേരാം. രണ്ടും നിങ്ങളുടെ ചോയ്സാണ്. എത്ര മണിക്കൂറാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ചിലവാക്കുന്നത്? അല്ലേ? നിങ്ങൾക്ക് 7, 8 മണിക്കൂർ വിദ്യാർത്ഥികളോടൊക്കെ പറയാം. ഒന്നുകിൽ നിങ്ങൾക്ക് 4, 5 മണിക്കൂർ സോഷ്യൽ മീഡിയക്കകത്ത് വർക്ക് ചെയ്യാം. എന്നിട്ട് ആവറേജ് മാർക്കുമായിട്ടോ അല്ലെങ്കിൽ തോറ്റു പോകാനോ നിങ്ങൾ സാധിക്കും. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങൾക്കിത് രണ്ടും നേടിയെടുക്കാൻ സാധിക്കത്തില്ല. ഞാൻ 7 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യും, എന്നിട്ട് എനിക്കൊരു വലിയ സഭ വേണം. ഞാൻ 5 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യും, എനിക്ക് എന്നിട്ട് ഫസ്റ്റ് റാങ്കിൽ പാസ്സാവണം. ഹല്ലേലൂയ. വലിയ സഭ, വലിയ ബിസിനസ്, വലിയ സമാധാനം, വലിയ അനുഗ്രഹം, ഇതെല്ലാം വേണമെങ്കിൽ മറ്റ് പലതും ഉപേക്ഷിക്കേണ്ടി വരും. എന്നിട്ട് അത് ഉപേക്ഷിച്ചിട്ട് മരുന്ന് കഴിക്കുമ്പം പഥ്യം എടുക്കണമെന്നുണ്ടല്ലേ? പഥ്യം എടുക്കണമെന്നുണ്ട്. അതുപോലെ ഇതും പഥ്യം എടുക്കണം. 13, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് പണത്തിൻ്റെ വല്ലാത്ത കുറവാണെന്ന്. വാസ്തവത്തിൽ നിങ്ങൾക്കൊരു അസാധാരണ ആശയത്തിൻ്റെ കുറവാണുള്ളത്. ഒന്നുകൂടെ പറയണോ? എനിക്ക് ഒത്തിരി പണമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്കൊരാശയത്തിൻ്റെ കുറവാണുള്ളത്. ആ വലിയ ആശയത്തിന് വലിയ പണവും ആവശ്യമായിരിക്കാം, അല്ലേ? ഉദാഹരണത്തിന് ഒരാൾക്കൊരാഗ്രഹം, എൻ്റെ കയ്യിൽ എനിക്ക് എഴുതിയാണ്, എനിക്കൊരു വലിയ വണ്ടി വേണം. ആ വണ്ടി ഒരു കാരവനായിരിക്കണം. കാരവൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിടക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, അതിനകത്ത് കക്കൂസ് വേണം. ഇതൊന്നും ആവശ്യമില്ല. വാസ്തവത്തിൽ നിങ്ങൾക്കൊരു സൈക്കിൾ മതി, നിങ്ങൾക്കൊരു മോട്ടോർ സൈക്കിൾ മതി, നിങ്ങൾക്കൊരു ജീപ്പ് മതി. കാരവൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാലത്ത് കാരവനിൽ എത്തിച്ചേർന്നെന്ന് വരാം, പക്ഷെ തുടങ്ങാൻ ഇതൊന്നും വലിയ ആവശ്യമല്ല. നിങ്ങൾക്ക് പണത്തിൻ്റെ കുറവല്ല, ഒരാശയത്തിൻ്റെ കുറവാണ്. എന്നിട്ട് ആശയം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, അത് പ്രായോഗികമാക്കാനുള്ള പ്രവർത്തന പദ്ധതി ഉണ്ടാക്കണം. പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഒരാശയം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, NSS, നായർ സർവീസ് സൊസൈറ്റി എന്നാണ് തോന്നുന്നത് എൻ്റെ ഫുൾ ഫോം, NSS. അത് തുടങ്ങിയത് മന്നത്ത് പത്മനാഭനാണ്. അവരുടെ ആദ്യത്തെ ക്യാപിറ്റൽ എത്രയായിരുന്നറിയാമോ? 75 പൈസ. ഇന്ന് കേരളത്തിലെല്ലാം സ്കൂളും കോളേജും എല്ലാം ആയിട്ട് നടക്കുകയാണ്. എവിടുന്നാണ് തുടങ്ങിയത്? 75 പൈസയ്ക്കകത്ത്. ഞങ്ങളുടെ സംഘടനയുടെ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ ആദ്യത്തെ സംഭാവന എത്രയാണെന്നറിയാമോ? ₹1.72 ഒരു ഭിക്ഷക്കാരൻ തന്നതാണ്. നിങ്ങൾക്ക് ആവശ്യം ഒരു ആശയമാണ്. മന്നത്ത് പത്മനാഭൻ്റെ ഒരു ആശയം തോന്നി. നമ്മൾ സംഘടിച്ച് നിൽക്കുകയല്ല, നമ്മളെല്ലാവരും ഇങ്ങനെ ചതറിക്കിടക്കുകയാണ്. നമുക്ക് എന്തുകൊണ്ട് ഒന്നിച്ച് വന്നുകൂടാ? നിങ്ങൾക്കും ആവശ്യം പണമല്ല, ഒരാശയം. 14, എൻ്റെ അടുത്ത ആശയത്തെപ്പറ്റി പറയുന്നില്ല. ഉണ്ട്, എനിക്ക് ആശയമുണ്ട്. ഒന്ന് കഴിയുമ്പോൾ അടുത്ത ആശയം ഉണ്ടാക്കിയെടുക്കും. പൈസ ഇല്ലെങ്കിലും ആശയം ഉണ്ടാക്കിയെടുക്കും. ആ ആശയത്തിൻ്റെ ചെറിയൊരാശയത്തിൽ ഞാൻ തുടങ്ങും. ദൈവം അതിനെ വർദ്ധിപ്പിച്ച് വന്നു വരും. 14, മറ്റൊരാളിൻ്റെ നിന്നെക്കുറിച്ചുള്ള മുരടിച്ച അഭിപ്രായം നിൻ്റെ സ്വയം അഭിപ്രായമായി തീരരുത്. വേറൊരാൾ അഭിപ്രായം, എന്നെപ്പറ്റി പറഞ്ഞാണ്, വലിയ ആൾ പ്രവാചകൻ പറഞ്ഞാണ്, വലിയ ഭാവിയൊന്നുമില്ല കേട്ടോ, ഇയാൾ കട്ടറായി ചെന്നിട്ട് അവിടുത്തെ ദേവിയുടെ കാല് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, എന്നെപ്പറ്റി പറഞ്ഞാണ്, എൻ്റെ ഭാര്യയെപ്പറ്റി പറഞ്ഞാണ്. നീ നിൻ്റെ ഭർത്താവിൻ്റെ എന്നും ജീവിതത്തിനകത്ത് ഒരു മുള്ളായിരിക്കും. ഇത് രണ്ടും ശരിയല്ല. ഞാൻ കാലി ചൊറിയൊന്നുമല്ല ആരുടെയും. ഇന്ത്യ മുഴുവൻ ഓടി നടക്കുകയാണ്. 85-ാമത്തെ വയസ്സിൽ ഓടി നടക്കുകയാണ്. ഇന്നും രാവിലെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് മിസോറാമിൽ നിന്നൊരു ക്ഷണം കിട്ടണം, നാഗാലാൻഡിൽ നിന്നൊരു ക്ഷണം. എനിക്ക് പോകാൻ പ്രയാസമൊന്നുമില്ല, എഴുതിയാൽ മതി, എനിക്കൊരു ക്ഷണം കിട്ടണം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുരടിച്ച അഭിപ്രായം അത് നീ സ്വയം ഏറ്റെടുത്ത് നിൻ്റെ അഭിപ്രായമാക്കരുത്. നിൻ്റെ പാർട്ട്ണർ യേശുക്രിസ്തു ആണെങ്കിൽ നിനക്കെന്ത് സംഭവിക്കും? എൻ്റെ ഒരു കൊട്ടേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, ഇഫ് ഗോഡ് ഈസ് യുവർ പാർട്ട്ണർ വാട്ട് ക്യാൻ ഹാപ്പൻ ടു യു. നിങ്ങൾ ചിന്തിച്ചാട്ടെ, യേശുക്രിസ്തു നിങ്ങളുടെ പാർട്ട്ണറാണെങ്കിൽ, ദൈവവേലക്കാരൊക്കെ ചോദിക്കുകയാണ്, അപ്പച്ചൻ്റെയൊക്കെ ചോദിക്കുകയാണ്, അമ്മച്ചിയുടെയൊക്കെ ചോദിക്കുകയാണ്, വിദ്യാർത്ഥികളൊക്കെ ചോദിക്കുകയാണ്, യേശുക്രിസ്തു നിങ്ങളുടെ പാർട്ട്ണറാണെങ്കിൽ, ദൈവം നിങ്ങളുടെ പാർട്ട്ണറാണെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയ, ആശയം ദൈവത്തിൽ നിന്നാണെങ്കിൽ ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പണ്ട് പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്ററാണ്, അതിൻ്റെ പൈസ
ഫ്രം കന്യാകുമാരി ടു കാശ്മീർ ഇന്ത്യ ഷാൽ ബി സേവ്ഡ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പാസ്റ്റർ? പണ്ട് എഴുതിയാണ്. അതുകൊണ്ട് ഞാൻ എന്താ കാശ്മീർ കന്യാകുമാരി വരെ യാത്ര ചെയ്തു. അന്നൊന്നും പദ്ധതിയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ഒരു ആശയം, ഹല്ലേലൂയ, മറ്റുള്ളവർ പറയുന്ന ആശ്രയത്തെ പറ്റി നിന്നെപ്പറ്റി പറഞ്ഞതായിരിക്കാം. നിനക്ക് വലിയ ഭാവിയൊന്നുമില്ല. ഓ, നീ ഒരു പട്ടാളക്കാരനായിട്ട് ജീവിക്കത്തേ ഉള്ളൂ. ഓ, നീ ഒരു ക്ലർക്കായി തീരത്തേ ഉള്ളൂ. ഓ, നിനക്ക് വലിയ ഭാവിയൊന്നുമില്ല. നിൻ്റെ നീ വലിയ പ്രസംഗമൊന്നും ആവത്തില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം നിൻ്റെ അഭിപ്രായമായിട്ട് മാറരുത്. യേശു ക്രിസ്തു നിൻ്റെ കൂടെയുണ്ടെങ്കിൽ, പാർട്ട്ണറാണെങ്കിൽ, നിൻ്റെ ആശയം യേശു തന്നതാണെങ്കിൽ എന്തായിത്തീരും ചിന്തിച്ചാട്ടെ. 15, നിങ്ങൾക്ക് പ്രോസ്പെരിറ്റിയിൽ എത്തണമെങ്കിൽ തകർന്ന ചെറിയ ഭാവനയുള്ള ആളുകളുടെ ഉപദേശം സ്വീകരിക്കരുത്. മനസ്സിലായോ? വലിയ ആശയമുള്ളവരുടെ അഭിപ്രായം സ്വീകരിക്കാവൂ. ഞാൻ ഞങ്ങളുടെ മിഷൻ വളരെ വലുതായി കഴിഞ്ഞപ്പം ഒരു കൊച്ചു മിഷൻ്റെ ഒരാൾ, പ്രായമുള്ള ആളാണ്, വന്നു കഴിയുമ്പോൾ എനിക്ക് ഉപദേശം തരാൻ തുടങ്ങി. നീ പണിത കെട്ടിടം ഇങ്ങനെയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചെറുതാണ്. മറ്റുള്ളവരുടെ തകർന്ന ചെറിയ ഭാവനയുള്ള ആളുകളുടെ ഉപദേശം നീ സ്വീകരിക്കരുത്. ആരുടെ ഉപദേശം സ്വീകരിക്കണം? നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ, വലിയ ഭാവനയുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുക. നിങ്ങളിത് തെറ്റായിട്ടും വേണമെങ്കിൽ എടുക്കാം. ഇയാൾ വലിയ ആളാകട്ടോ, അല്ല പറയുക. മിടുക്കന്മാരായിട്ടുള്ള കുറേ പേര് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ, വലിയ ആശയമുള്ളവർ. പാസ്റ്റർ PD ജോൺസൺ എന്ന് പറഞ്ഞ ഒരാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന് 2 ആഴ്ച താമസിച്ചു. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ചോദിച്ചു, പാസ്റ്റർ എത്ര വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഞാൻ 30 വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട്. അന്നോ ഞാൻ പറഞ്ഞു, ഞാൻ 30 കൺവെൻഷനിൽ പോലും പ്രസംഗിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, വർഗീസ് നിൻ്റെ സമയം വരുന്നതേ ഉള്ളൂ. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു. വർഗീസ് എന്നെങ്കിലും ഗൾഫിലേക്ക് ക്ഷണം കിട്ടിയാൽ പോകാതിരിക്കരുത്. വലിയ പ്രോത്സാഹിപ്പിക്കാൻ കഴിവുള്ളവരുമായിട്ട് സഹകരിക്കുക. കൊച്ചു ആശയമുള്ളവർ ചെറിയ ആശയം പറയുമ്പോൾ അത് നീ സ്വീകരിക്കാൻ പോകരുത്. 16, സൗജന്യമായി കിട്ടുന്നതിന് വിലയുണ്ടാകണമെന്നില്ല. വിലയുള്ളതിന് വില കൊടുക്കുന്നത് വാസ്തവത്തിൽ നിക്ഷേപമാണ്. ഒരു പരീക്ഷ പാസ്സാവാൻ, MAക്ക് പഠിക്കാൻ, BBAക്ക് പഠിക്കാൻ, BCAക്ക് പഠിക്കാൻ, ജോലിയുള്ളവരുടെ കാര്യം അറിയത്, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ, അതൊരു നിക്ഷേപമാണ്. അറിവുണ്ടാവണമെങ്കിൽ പുസ്തകം വായിക്കണം, അറിവുണ്ടെങ്കിൽ സെമിനാറിന് പോകണം, അതിന് പൈസ കൊടുക്കേണ്ടി വരും, അല്ലേ? എല്ലാ സെമിനാറിനും പൈസ ഇല്ലെങ്കിലും നല്ല സെമിനാറിനൊക്കെ പൈസ കൊടുക്കണം, നല്ല സെമിനാർ വേണം. അങ്ങനെയുള്ള കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയുള്ള അഭിഷേകമുള്ളവരുമായിട്ട് കൂട്ടി നടക്കുക. വില കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും സ്വന്തമാക്കുക. ഒരിക്കൽ ഞാനൊരു ദൈവദാസനെയും കൊണ്ട് ഒറീസയിലൂടെയാണോ ഇതിലേക്കൂടെയൊക്കെ പോവാണ്, സ്ഥലം കാണിക്കാൻ പോവാണ്. പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് വെച്ചാൽ അവിടെ ചെന്നേ. ഒരു സായിപ്പാണ്, ബ്രയാൻ സാണ്ട്. അവിടെ ചെന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴും 3-4 മണിക്കൂർ വന്നു. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ, ഇത്രയും ദൂരെ കൊണ്ടുപോയല്ലോ. അയാൾ പറഞ്ഞു, ഞാനെന്താ നന്നായി. പറഞ്ഞു, വില കൊടുക്കാതെ നിനക്കൊരു പരിചയവും കിട്ടുന്നില്ല, ഒരു എക്സ്പീരിയൻസും കിട്ടുന്നില്ല. പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടു, അവിടുത്തെ എൽഡർ വന്നിരിക്കുന്നത് ഒരു മുണ്ടും ഒരു ബനിയനും അതിൻ്റെ പുറത്തൊരു ടവലും. ഞാൻ കണ്ടു, അവരുടെ ഭക്തി കണ്ടു. അപ്പോൾ നിങ്ങളൊരു വില കൊടുക്കേണ്ടി വരും ഏതെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട്. നല്ലതാണ് കേട്ടോ, നല്ലതാണ്. 17, പ്രശ്നങ്ങൾ വരും. പരിഹരിക്കുന്നത്, ഒരു പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ മുൻപിലുള്ള അതിനേക്കാൾ വലിയ പ്രശ്നം പരിഹരിക്കാനുള്ള ഉൾക്കരുത്ത് നിനക്ക് കിട്ടും. ചെറിയൊരു പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ ജീവിതത്തിനകത്ത് പ്രശ്നം വരും. പ്രശ്നമില്ലാത്ത മനുഷ്യൻ ജീവനില്ലാത്തവനാണ്. അതുകൊണ്ട് പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിനെ നോക്കി പകച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പരിഹരിച്ചു കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു കൃപയാണ് ട്രബിൾ ഷൂട്ടർ എന്ന് പറയും. എല്ലാവർക്കും കിട്ടിയിട്ടില്ല കൃപ. ആ ട്രബിൾ ഷൂട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വലിയൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള വലിയ ഒരു ഉൾക്കരുത്ത് കിട്ടും. ഒരു വലിയ പടികൾ കയറുന്നത് പോലാണ് പ്രശ്നം പരിഹരിക്കുന്നത്. അത് കുടുംബത്തിലെ പ്രശ്നമായിരിക്കാം, സഭയിലെ പ്രശ്നമായിരിക്കാം, വേറെ എവിടെയെങ്കിലും പ്രശ്നമായിരിക്കാം. പക്ഷേ അത് പരിഹരിക്കാൻ
പരിഹരിച്ച് കഴിയുമ്പോൾ നിനക്കൊരു ഉൾക്കരുത്ത് കിട്ടും. ഇതിനേക്കാളും വലിയ പ്രശ്നം വന്നു കഴിയുമ്പോൾ പരിഹരിക്കാൻ എനിക്ക് കഴിയും. 18, നിനക്ക് വിലയേറിയ ചില നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ നിനക്കിഷ്ടമുള്ള ചിലരെ ഉപേക്ഷിക്കേണ്ടി വരും. ഭാര്യ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അപ്പടിയമ്മയെ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അല്ല, നിൻ്റെ കൂട്ടായ്മയിലുള്ള നിൻ്റെ ഫ്രണ്ട്സ് സർക്കിളിനകത്തെ ചിലത് ഉപേക്ഷിക്കണം. നിൻ്റെ ജീവിതത്തിനകത്ത് ചിലത് ഉപേക്ഷിക്കേണ്ടി വരും. എനിക്ക് വാസ്തവത്തിൽ രാവിലെ ഒരു 6:30 വരെ കിടന്നുറങ്ങുന്നത് വലിയ ഇഷ്ടമാണ്. എൻ്റെ കൊച്ചുനാളിൽ തൊട്ട് എൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പരീക്ഷയൊക്കെ വരുമ്പോൾ എന്നെ എഴുന്നേൽപ്പിക്കാൻ നോക്കി ഞാൻ പിത്തവെള്ളം ഛർദ്ദിക്കുമായിരുന്നു. എൻ്റെ ഇളയ പങ്കെടുക്കുക ചോദിച്ചാൽ മതി, അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അതിന് താഴെയാണ്. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുമൊക്കെ മാറ്റിയെടുത്തു. ഇന്നും 4:55 ആയപ്പോൾ എഴുന്നേറ്റു. എല്ലാം എൻ്റെ അലാറം വെച്ചിരിക്കുകയാണ്. ചിലത് ഉപേക്ഷിക്കണം. എൻ്റെ രാവിലത്തെ ഉറക്കം, ചില കൂട്ടുകാർ, എൻ്റെ ചില സ്വഭാവങ്ങൾ, എൻ്റെ ചില പാപസ്വഭാവങ്ങൾ പലതും ഉപേക്ഷിക്കണം. പാപമായിരിക്കാം, ചെറിയ സ്വപ്നങ്ങളായിരിക്കാം, ചില മനുഷ്യരെ ആയിരിക്കാം ഉപേക്ഷിക്കണം. ചില പാപങ്ങൾ ഉപേക്ഷിക്കാം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. മറ്റുള്ളവരെ കുറ്റം പറയുന്നതായിരിക്കാം, ഒരു അവിഹിത ബന്ധമായിരിക്കാം, കുടുംബ കലഹമായിരിക്കാം, അനുസരണക്കേടായിരിക്കാം, സഭയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കാം. ഇതൊക്കെ ദൈവം പറയുമ്പോൾ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നിനക്ക് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. 19, നിൻ്റെ ജീവിതത്തിൽ പലതും നിക്ഷേപിക്കാൻ പരിശ്രമിക്കുക. പലതും നിക്ഷേപിക്കണം, ഇൻവെസ്റ്റ്. ഞാൻ ഇവിടെ ഓഫീസിൻ്റെ അവിടെ എഴുതി വെക്കണമെന്ന് ഞാൻ വിചാരിച്ചു, ഇൻവെസ്റ്റ് ഇൻ മിഷൻസ് എന്ന്. ദൈവത്തിൻ്റെ വേലയിൽ നിക്ഷേപിക്കുക, ജീവിതം ഒക്കെ. ഇതല്ലേ ഞാൻ പറയുന്നത്. ഇതാ, നിൻ്റെ ആരോഗ്യം നീ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കണം. അവിടെ നടക്കാൻ പോകണം, നല്ല വിറ്റാമിനുള്ള ആഹാരം കഴിക്കണം, ശരീരത്തിന് ദോഷം ചെയ്യുന്ന ആഹാരം മാറ്റിവെക്കണം, അല്ലേ? നിൻ്റെ ആരോഗ്യത്തെ ശ്രമിക്കണം. ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. നിൻ്റെ അറിവ് വർദ്ധിപ്പിക്കണം. നിനക്ക് എത്ര അറിവുള്ള വ്യക്തിയാണെങ്കിലും ശരി, കുറച്ചുകൂടെ, നിനക്കെന്നുള്ളത് ഏകവചനത്തിൽ പറയുകയാണ്, കുറച്ചുകൂടെ അറിവ്. ആഹാരം ഉണ്ടാക്കുന്നവർക്ക് കുറച്ചുകൂടെ നല്ല ആഹാരം ഉണ്ടാക്കാൻ. ഒരിക്കൽ ഞാൻ ആഹാരം ഉണ്ടാക്കുന്നതിനെ പറ്റി മെസ്സഞ്ചറിനകത്ത് ഒരു ആർട്ടിക്കിൾ എഴുതി. എനിക്കറിഞ്ഞുകൂടെ ആരെങ്കിലും ഒരാളെങ്കിലും ഞാൻ ആ പറഞ്ഞതിനകത്ത് ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്കറിഞ്ഞൂടാ. എൻ്റെ കയ്യിൽ ആരും പറഞ്ഞിട്ടില്ല. വേറെ പറഞ്ഞു ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ നന്നായിട്ടുണ്ടെന്ന്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ പല സ്റ്റേറ്റുകളിൽ പോകുന്നത് കൊണ്ട്. മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. മട്ടൺ ആൻഡ് ദാൽ, ആട്ടിറച്ചിയും പരിപ്പും കൂടെ കറി വെക്കാൻ ഞാൻ അതിനകത്ത് എഴുതി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആരും ഉണ്ടാക്കിയതായിട്ട് അറിയത്തില്ല. നെറ്റിൽ പോയി കാണാം. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച വീണ്ടും ഉണ്ടാക്കും. ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കാൻ കാര്യമുണ്ട്. അതുകൊണ്ട് നിൻ്റെ അറിവ് വർദ്ധിപ്പിക്കണം. ആഹാരം ഉണ്ടാക്കുന്നതിനകത്ത്, ഇംഗ്ലീഷിനകത്ത്, മലയാളത്തിനകത്ത്, ബൈബിൾ നോളജിനകത്ത്, സയൻസിനകത്ത്, കണക്കെഴുതുന്നതിനകത്ത് നിൻ്റെ അറിവ് വർദ്ധിപ്പിക്കണം. നിൻ്റെ സമാധാനം വർദ്ധിപ്പിക്കണം. ഇൻവെസ്റ്റ് ചെയ്യുക. സമാധാനം, നിൻ്റെ കുടുംബത്തിലെ സമാധാനം, നിൻ്റെ സഭയിലെ സമാധാനം, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിൻ്റെ സന്തോഷം, അല്ലേ? സന്തോഷം ഉണ്ടാകാനായിട്ട്, അല്ലേ? കുറച്ച് നിൻ്റെ സന്തോഷത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കും. എങ്ങനെ സന്തോഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഫലിതം കേൾക്കുക, ഫലിതം മറ്റുള്ളവർക്ക്. അപ്പോൾ ശരിക്കും സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുക. നിൻ്റെ ഭാര്യയ്ക്ക്, നിൻ്റെ ഭർത്താവിന്, നിൻ്റെ മക്കൾക്ക്, നിൻ്റെ അമ്മയപ്പന്മാർക്ക്, നിൻ്റെ കൂടെയുള്ളവർക്ക് ഒക്കെ സന്തോഷം കൊടുത്താൽ നിനക്ക് അത് ഇൻവെസ്റ്റാണ്. അതുപോലെയാണ് പണത്തിൻ്റെ കാര്യത്തിനകത്ത്. ഇൻഷുറൻസിനകത്ത് ചേരാം. ഞാൻ ഇന്നുവരെ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അതെൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. എൻ്റെ മക്കളെടുക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം, അവർക്കുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഇൻഷുറൻസിനകത്ത് പണം ഇടണം. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞത് ചെറുതായിട്ട് പറഞ്ഞു പോകാം. നിങ്ങൾ 0.10% കൊടുത്തിരിക്കണം, ഇച്ചിരി കൂടുതൽ കൊടുക്കണം. നിങ്ങൾ എന്തുമാത്രം ദശാംശം കൊടുത്തോ അത്രയും തുക നാളത്തേക്ക് വേണ്ടി സേവ് ചെയ്യണം. ബാക്കി 80% ജീവിക്കാൻ ശ്രമിക്കണം. വലിയ പ്രയാസം, എനിക്കറിയാം വലിയ പ്രയാസമാണ്. സാധനത്തിൻ്റെയൊക്കെ വില ഷൂട്ടപ്പ് ചെയ്തിരിക്കുകയാണ്. എനിക്കറിയാം. ഗ്യാസ് കിട്ടുന്നില്ല, അല്ലേ? അതിന് വലിയ വില കൊടുക്കണം. ഇടയ്ക്ക് 7,000 രൂപയ്ക്ക് വരെ ഡൽഹിയിൽ ഗ്യാസ് സിലിണ്ടർ വിൽക്കുന്നുണ്ടായിരുന്നു.
കിലോ കണക്കിന് വിൽക്കുന്നുണ്ടായിരുന്നു. എന്താ കാര്യം? കിട്ടാനില്ല. അപ്പോൾ വലിയ പ്രയാസമാണ്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ബാക്കി 80% വലിച്ചു നീട്ടി 100-ലധികമാക്കി തരും. അതിന് ഇൻഷുറൻസിനകത്ത് ചേരണം, നല്ലതാണ്. നിങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി. അതിനെങ്ങനെയാണ്? നല്ല പ്രസംഗങ്ങൾ കേൾക്കുക. ഇന്നലെ ഞാനൊരു പ്രസംഗം കേട്ടു, ഇന്ന് രാവിലെയും 2 കേട്ടു. എൻ്റെ വിചാരം 2 കേട്ടു. ഒരെണ്ണം നടക്കാൻ പോയപ്പോൾ കേട്ടു, പിന്നെ വന്നിരുന്ന് വെച്ച് കേട്ടു. അപ്പോൾ കേൾക്കുക ആത്മീയ വളർച്ച. നല്ല പുസ്തകം വായിക്കുന്നത് നിന്നു. അതുകൊണ്ട് ഞങ്ങൾ പണ്ട് എൻ്റെ ഒരു പുസ്തകം ആദ്യം അച്ചടിക്കുന്നത് 15,000 കോപ്പിയായിരുന്നു. പിന്നെ അത് 5,000 ആയി. ഇനിയിപ്പോൾ 500 ആക്കുന്ന കാര്യം ആലോചിക്കുക. പുസ്തകം നല്ലതല്ല എന്നിട്ടല്ല, ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞാൽ, പക്ഷേ അത്ര മോശമല്ല. പക്ഷേ ആരും വാങ്ങിക്കുന്നില്ല. അപ്പോൾ സംശയമുണ്ടോ? നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളിൽ പോയി ചോദിച്ചാട്ടെ, വേറൊരു ബുക്ക് സ്റ്റാളിൽ പോയി ചോദിച്ചാട്ടെ, എത്ര പേര് വാങ്ങിക്കുന്നുണ്ട്? ആരും വാങ്ങിക്കും. നിങ്ങൾ പുസ്തകം വാങ്ങിക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ചേരുന്ന നല്ല പുസ്തകങ്ങൾ ഇടുക. ഹല്ലേലൂയ. നല്ല ആത്മീയ സ്നേഹിതരെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും പോൾ ദിനകരനുമായിട്ട് കോണ്ടാക്റ്റ്, എനിക്ക് പോലും ഇല്ല കോണ്ടാക്റ്റ്. പക്ഷേ അദ്ദേഹത്തിനെ പോലുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് കാണും, തീർച്ചയായിട്ടും കാണും. എല്ലാവരും പി ജി വർഷൻ്റെയൊക്കെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ തരത്തില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരാൾക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടു നടക്കാം, 4 ദിവസം എൻ്റെ കൂടെ വന്ന് താമസിച്ചാട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ താഴോട്ട് പോകാനുള്ള പടികൾ ഇറങ്ങുകയാണ്. എന്നോട് പറയണോ? ഹല്ലേലൂയ. നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ അറിവിനകത്ത്, നിങ്ങളുടെ സമാധാനത്തിനകത്ത്, നിങ്ങളുടെ സന്തോഷത്തിനകത്ത്, നിങ്ങളുടെ സേവിങ്സിനെ പറ്റി, അതായത് ഇൻഷുറൻസിനെ പറ്റി, നിങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി നല്ല ആത്മീക സ്നേഹിതരെ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ താഴോട്ടുള്ള പടി സാവധാനമാണെങ്കിലും ഇറങ്ങുകയാണ്. പ്ലീസ് ഡോണ്ട് അങ്ങനെ ചെയ്യരുത്. ഉയർന്നു വരിക. 20 നീ ഭാവിയിൽ എന്തായിത്തീരണമോ എന്ന് ചിന്തിക്കുക. അല്ലേ? വലിയൊരു മെഗാ ചർച്ചിൻ്റെ ഭാഷ. മെഗാ ചർച്ച് എന്ന് പറഞ്ഞാൽ 1000 പേരുടെ ഒരു ഇത്. 3000 ആണെങ്കിൽ മെഗാ ചർച്ചായി, 5000 ആയെങ്കിൽ മെഗാ ചർച്ചായി. നിങ്ങൾക്കൊരു വലിയ എന്തായിത്തീരണമോ എന്നിട്ട് ചിന്തിക്കുക. അതോ ഒരു റിവൈവൽ പ്രീച്ചർ, ഒരു ഉണർവ് പ്രസംഗനായിട്ട് നടക്കണമോ? അതോ നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു പിതാവായി തീരണമോ? അതോ നിങ്ങൾക്ക് ഒരു ചർച്ച് പ്ലാന്ററായി തീരണമോ? അതോ നിങ്ങൾക്കൊരു മിഷൻ ചർച്ച് പ്ലാന്റർ എന്ന് പറഞ്ഞാൽ ഒരു സഭ സ്ഥാപിക്കുന്നതല്ല, അത് കഴിയുമ്പോൾ വേറൊരു സഭ, അത് കഴിയുമ്പോൾ വേറൊരു സഭ. അതോ നിങ്ങൾക്കൊരു മിഷൻ ലീഡറായി തീരണമെന്നാണോ? അതോ നിങ്ങൾക്ക് വലിയ സ്ട്രോങ് ബിസിനസ്സുകാരനായി തീരണമെന്നാണോ? അതോ നിങ്ങൾക്ക് നല്ലൊരു കൃഷിക്കാരനായി തീരണമെന്നാണ്? ഇതൊക്കെ വേണമെങ്കിൽ ഇതുപോലെയുള്ളവരുമായിട്ടൊരു സുഹൃത്ത് ബന്ധം, ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക. എന്നിട്ട് അവരുമായിട്ട് ഒത്തുകൂടണം. ഒറ്റയ്ക്ക് പോയി കാണണം, ഒന്നിച്ചു കൂട്ടത്തിലും കാണണം. ഞാൻ ഒരിക്കൽ നേരത്തെ ഒന്ന് പറഞ്ഞാണ്, നിങ്ങൾ എന്തായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതേപോലെയുള്ളവരുമായിട്ട് ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിട്ട് അവരെ ഒറ്റയ്ക്കെങ്കിലും പോയി കാണാം. നിങ്ങൾ പുസ്തകം എഴുതുന്ന വ്യക്തിയാണോ? നോവൽ എഴുതുന്നവരുമായിട്ട് കൊണ്ടാട്ടം. നിങ്ങൾക്കൊരു മെഗാ ചർച്ചിൻ്റെ പാസ്റ്ററാവണമോ? മെഗാ ചർച്ചിൻ്റെ പാസ്റ്റർമാരുമായിട്ട് കൂട്ടാമോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കോയിനോനിയ ഗ്രൂപ്പുണ്ട് ഡൽഹിയിൽ. ഞങ്ങൾ 7 പേരാണ്. ബാക്കി 6 പേരും മെഗാ ചർച്ചിൻ്റെ പാസ്റ്റേഴ്സാണ്. ഞങ്ങൾ കാണുമ്പോൾ എന്തോ പറയുന്നത്, ഡൽഹി നല്ല കൊണ്ടുപോകണം. ബാക്കി കൊച്ചു സഭകൾ വലിയ പ്രയാസം കേട്ടോ. അയ്യോ, എല്ലാം നമുക്കെതിരാണ്, ഗവൺമെൻറ് നമുക്കെതിരാണ്, ആളുകൾ നമുക്കെതിരാണ്. പക്ഷേ ഞങ്ങൾ ഇവർ കുടുംബം എന്തോ പറയുന്നത്, എന്തോ അവർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. വലിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിത്തീരണമെന്നൊരു ടാർഗറ്റ് ഉണ്ടാക്കിയിട്ട് അതുപോലുള്ളവരുമായിട്ട് നിങ്ങൾ കൂട്ടായ്മ കൊടുക്കുക. 21 ഞെരുക്കത്തിലുള്ളവനോ കുടുംബകലഹമുള്ളവനോ വിവാഹ ജീവിതം തകർന്നവനോ ആകാതിരിക്കാൻ അവരെ സ്നേഹിതരാക്കാതിരിക്കുക. ഉദാഹരണം പറഞ്ഞുതരാം. അമേരിക്കയിൽ ഒരു ഭാര്യയെ വിട്ടുവെച്ച് വേറൊരു ഭാര്യ കൂടെ താമസിക്കുന്ന ഒത്തിരി പാസ്റ്റർമാരുണ്ട്. അവരുടെ സഭയിലെ വിശ്വാസികളും അധികം പേരും ഒരുത്തെ വിട്ടുവെച്ച് വേറൊരുത്തരുടെ കൂടെ താമസിക്കായിരിക്കും, ഒരുത്തരെ വിട്ടുവെച്ച് വേറെ അടുത്ത്. എന്താ കാര്യം? അവർ കാണുന്ന അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിവാഹ ജീവിതം തകർന്നവരോ കുടുംബകലഹമുള്ളവരോ ഞെരുക്കത്തിലുള്ളവരോ കടം വാങ്ങിച്ചാൽ കൊടുക്കാത്തവരോ അങ്ങനെയുള്ളവരുമായിട്ട് സ്നേഹിതരാകരുത്. ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ കുറച്ച് ഫ്രൂട്ട് വാങ്ങിച്ചുകൊണ്ട് തരാം. തക്കാളിക്ക, ഒരു സാധാരണ പഴം പറയുകയാണ്, തക്കാളിക്ക. അത് വാങ്ങിച്ചുകൊണ്ട് വെച്ചു. നിങ്ങൾ നോക്കിയിട്ട് പറയും, എന്താ പറയും, ഇത് ഒരാഴ്ച ഇരിക്കും, നിങ്ങൾക്ക് നാളെ അത് ചീത്തയാക്കാം. എന്ത് ചെയ്യണമെന്നറിയാമോ? ചീത്തയായ ഒരു തക്കാളിക്ക കൊണ്ട് നട വെച്ച് പോയി ഉറക്കാൻ പാടില്ല. നേരം വിളിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന
തക്കാളിക്കുമൊക്കെ ചീത്തയാവും. അപ്പം നിങ്ങൾ ചീത്തയായിട്ടുള്ള ഒരു പഴത്തിൻ്റെ അടുക്കലിരുന്നാൽ ആ പഴത്തെപ്പോലെ നിങ്ങളായിത്തീരും. ഒരു വലിയ ദൈവദാസൻ പ്രസംഗിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഭാര്യയെ അടിക്കാൻ പാടില്ല, പക്ഷേ ശിക്ഷിക്കാം എന്ന് പറഞ്ഞാൽ ചള്ളയ്ക്ക് 2 അടി കൊടുക്കാമെന്ന്, കയ്യാൽ അടിക്കാമെന്ന്. അപ്പം അങ്ങനെയുള്ളൊരു ആയിട്ടാണ് കൂട്ടുകൂടുന്നത്. 22, ഇന്നത്തെ നിൻ്റെ ജീവിതത്തിലെ, സഭയിലെ, വീട്ടിലെ, സംഘടനയിലെ, ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിയുമ്പോൾ മാത്രമേ നീ വാസ്തവത്തിൽ അടുത്ത പ്രശ്നം പരിഹരിക്കുവാൻ യോഗ്യരാകത്തുള്ളൂ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു തന്നെയാണ്, ചില വ്യത്യാസമുണ്ട്. അത് നിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല, നിൻ്റെ വീട്ടിലെ പ്രശ്നമായിരിക്കാം, നിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല, നിൻ്റെ സഭയിലെ പ്രശ്നമായിരിക്കാം, നിൻ്റെ സംഘടനയിലെ പ്രശ്നമായിരിക്കാം, നിൻ്റെ ബിസിനസ്സിനകത്തെ പ്രശ്നമായിരിക്കാം. അത് പരിഹരിച്ച് കഴിയുമ്പോൾ നീ വാസ്തവത്തിൽ അടുത്ത പ്രശ്നം പരിഹരിക്കുവാൻ നീ യോഗ്യനായിത്തീരും. അല്ലേ? ഈ കണക്കൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ വരും. ലാസ്റ്റ് വന്നിട്ട് മാർച്ച് 31 കണക്ക് ക്ലോസ് ചെയ്യും. അന്നേരം വന്നപ്പോഴാണ് 6345 രൂപ അധികം വന്നു. അടുത്ത വർഷത്തേക്ക് അത് ക്യാരിഡ് ഫോർവേഡ് എന്ന് പറയും. അടുത്ത വർഷത്തേക്ക് അത് എഴുതി വെക്കും, കഴിഞ്ഞ വർഷത്തെ കൊണ്ടുവന്നാണ്. അല്ലെങ്കിൽ വിചാരിച്ചോ 7500 രൂപ കടമുണ്ട്, മൈനസുണ്ട്, കടമെടുത്തിരിക്കുകയാണ്, ബാങ്കുകാർക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാനുണ്ട്. അത് ലേബലിറ്റിയാണ്, അത് കടമാണ്. അതും അടുത്ത വർഷത്തേക്ക് ക്യാരിഡ് ഫോർവേഡ് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് യാതൊന്നും ക്യാരിഡ് ഫോർവേഡ് ചെയ്യരുത്. കുടുംബ വഴക്ക് ക്യാരിഡ് ഫോർവേഡ് ചെയ്യരുത്. ഹല്ലേലൂയ. നല്ല കാര്യങ്ങൾ ക്യാരിഡ് ഫോർവേഡ് ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ചീത്തയായിട്ടുള്ളതൊന്നും കൊണ്ടുപോകരുത്. അത് കുടുംബ വഴക്കായിരിക്കാം, പുഷ്ടപ്പെടണം. നമ്മൾ വഴക്കുണ്ടായി, ഇത് അവസാനത്തെ വഴക്കായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൂടെ തീരുമാനിക്കാം, ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് വന്നിരുന്ന് സംസാരിച്ച് തീർക്കാം. ഹല്ലേലൂയ. ഇനിയും പറയുന്നുണ്ട്, കുടുംബത്തിലെ വഴക്ക് പ്രാർത്ഥിച്ചാൽ പോകത്തില്ല, തീരത്തില്ല. തെറ്റിദ്ധരിക്കരുത്, ഞാൻ കാര്യമായിട്ട് പറയാണ്. എൻ്റെ 2 പെൺമക്കൾ ഫാമിലി കൗൺസിലേഴ്സാണ്. അവർ 2 പേരും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചാൽ കുടുംബ വഴക്ക് പോകത്തില്ല. അതിൻ്റെ മൂലകാരണം കണ്ടുപിടിക്കാൻ കഴിവുള്ള ഫാമിലി കൗൺസിലേഴ്സുണ്ട്, പഠിത്തമുള്ളവർ. അവരുടെയൊക്കെ പോകണം. ഞാൻ നിങ്ങൾക്ക് പറയാം, കുടുംബ വഴക്കുണ്ടോ? 2 മുറിയിലാണോ കിടന്നുറങ്ങുന്നത്? സമാധാനമില്ലാത്ത കുടുംബജീവിതമാണോ? പിന്നെന്താ പാർഷടാ പണങ്ങൾ? പിന്നെന്താ വിശ്വാസിയാ? പിന്നെ ഈ വേദവസ്തം കൊണ്ട് നടന്നിട്ട് എന്തോ പ്രയോജനം? യേശുക്രിസ്തു സമാധാനം എന്ന് പറഞ്ഞ് എവിടെയാണ് സമാധാനം? ഹൃദയത്തിലുണ്ടോ? നിൻ്റെ ഭാര്യയ്ക്കുണ്ടോ? നിൻ്റെ ഭർത്താവിനുണ്ടോ? നിൻ്റെ മക്കൾക്കുണ്ടോ? നിൻ്റെ കുടുംബത്തിലുണ്ടോ? നിൻ്റെ സഭയിലുണ്ടോ? വെളിയൊന്ന് അഭിനയിക്കാനൊക്കും കേട്ടോ, പോരാ. ഇതുണ്ടായി തീരണമെങ്കിൽ നല്ല ഒരു കുടുംബ ഫാമിലി കൗൺസിലർ, ഉപദേശം തരുന്ന, പഠിത്തമുള്ള, ഒരു കുറഞ്ഞതൊരു ഡോക്ടറേറ്റെങ്കിലുമുള്ള ഭാര്യയും ഭർത്താവും കൂടെ പോകണം. നീ പോടി, നിനക്കാ കുഴപ്പം, എനിക്കല്ല കുഴപ്പം. അല്ല, ഭാര്യയ്ക്കാണോ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഭാര്യയെ സഹായിക്കാൻ അച്ചായനൂടെ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്, പാസ്റ്ററൂടെ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാരായിരുന്നാലും, പട്ടക്കാരനായിരിക്കാം, പാസ്റ്ററായിരിക്കാം, അച്ഛന്മാരും ഉണ്ട് കുടുംബാലം ഉണ്ടാക്കുന്നത്. കൊച്ചന്മാരെൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട. എൻ്റെയൊക്കെ പറയുന്ന ഒരു രഹസ്യവും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ യാക്കോബക്കാരനായിരുന്നു. അവിടെ കുമ്പസാര സത്യമുണ്ട്. കത്തോലിക്കലെയും യാക്കോബയിലെ അച്ഛൻ്റെയൊക്കെ കുമ്പസാരിക്കുന്നു ഒരിക്കലും പറയത്തില്ല, ഞാനും പറയത്തില്ല. പക്ഷേ നിങ്ങൾ നന്മയ്ക്ക് പറയുകയാണ്. കുടുംബകലഹം ഉണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് നിങ്ങളുടെ നന്മയ്ക്ക് പറയുകയാണ്, നിങ്ങളുടെ മക്കളുടെ നന്മയ്ക്ക് പറയുകയാണ്. എവിടെയാണോ കുടുംബകലഹമുള്ളത് അവരുടെ മക്കളെ പിഴയാകാനാണ് സാധ്യത, കണ്ടവന്മാരുടെ കൂടെ പോകാനാണ് സാധ്യത, കണ്ടവന്മാരുടെ കൂടെ ഒക്കെ പോകാനാണ് സാധ്യത. ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പറയുന്നത്, അന്ന് എൻ്റെ വീട്ടിലോ സമാധാനം വന്നാൽ ഇയാളുടെ കൂടെങ്കിലും പൊക്കളയാന്ന് പറയുന്ന അവരാണ് കഞ്ചാവടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, ഗെറ്റ് ഹെൽപ്പ്. ഹല്ലേലൂയ. വിദ്യാഭ്യാസമുള്ള ഈ കാര്യത്തിന് ഫാമിലി കൗൺസിലിങ്ങിനകത്ത് പഠിച്ചിട്ടുള്ള ഒരാളുടെ ഒക്കെ പോകണം. ഭാര്യയും ഭർത്താവും കൂടെ പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഉള്ള ഒരു ഫാമിലി കൗൺസിലറുടെ ഒക്കെ പോകുന്നതാണ് നല്ലത്. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ വിളിച്ചു, എൻ്റെ മോനാ പറഞ്ഞു, ഈ കെട്ടിടത്തിൻ്റെ മേളിലത്തെ നിലയിൽ കൊണ്ടുപോയി വരുമ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞുണ്ട്. ഞാൻ ലില്ലിയുണ്ട്. എൻ്റെയൊക്കെ പറഞ്ഞു, ഡാഡി ഫാമിലി കൗൺസിലിങ്ങിന് പോകണം. ഞാനോ? എന്തിനാ? ഞാൻ കൗൺസിലിങ് ചെയ്യുന്ന മനുഷ്യനില്ലയോ? പറഞ്ഞ് മമ്മിക്ക് ചില ദുഃഖങ്ങളുണ്ട്. ഞാൻ അന്നേരം അറിയുന്നേ,
എൻ്റെ വിചാരം ഞങ്ങൾ ഒന്നിച്ചാൽ കിടന്നുറങ്ങുന്നത്, നിങ്ങൾ കൈ ഓർത്ത് പിടിച്ചാൽ പ്രാർത്ഥിക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് പണ്ടുണ്ടായ ഏതൊക്കെ മുറിവുകളുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. അതാ രസം. എന്നാൽ നമുക്ക് എന്തായിരിക്കും എന്തോ പ്രശ്നമൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി കൗൺസിലർ വിളിച്ചു. അദ്ദേഹം പേടിച്ചു, ഒരു മലയാളിയാണ്, കേരളത്തിനുള്ളിൽ താമസിക്കുന്ന ആളാണ്. അയ്യോ അങ്കളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ വാണ്ട് ടു എൻഹാൻസ് മൈ മാരേജ്. എൻ്റെ വിവാഹ ജീവിതം കുറേ കൂടി നന്നാക്കണമെന്ന് എനിക്കൊരാഗ്രഹം. അദ്ദേഹത്തിൻ്റെ കൗൺസിലിംഗ് നടന്നു. കാണുന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ എവിടെയാണ് തയ്യാറാണെന്ന്. കാരണം അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് സംസാരിക്കും, അദ്ദേഹം ഭാര്യയും. എൻ്റെ ഒറ്റയ്ക്ക് സംസാരിക്കും, ലില്ലുകൾ ഒറ്റയ്ക്ക് സംസാരിക്കും, ഒന്നിച്ച് സംസാരിക്കും, ഒറ്റയ്ക്ക് സംസാരിക്കും, ഒന്നിച്ച് സംസാരിക്കും. അവസാനം പ്രശ്നമുണ്ടൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ പ്രശ്നം തീർന്നു. ഞങ്ങളുടെ വിവാഹം കുറേ കൂടെ നന്നായി. അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, എവിടെയെങ്കിലുമൊക്കെ വഴക്കുണ്ടാകുന്നുണ്ടെങ്കിൽ, കുടുംബകലഹമുണ്ടെങ്കിൽ, നിങ്ങൾ പ്ലീസ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ഫാമിലി കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവുമുള്ള ഒരു ഫാമിലി കൗൺസിലറുടെ പോയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഭാര്യയും പോകണം, ഭർത്താവും പോകണം. അദ്ദേഹം കൗൺസിലർ മതിയെന്ന് പറയുന്നത് വരെ പോകണം. ഞാൻ ലില്ലി മതിയെന്ന് പറയുന്നവരെ പോയി. ചിലവ് കൂടുതലുണ്ട് കേട്ടോ. അവർ പഠിച്ചും വെച്ച് വന്നിരിക്കുന്നത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനല്ല, അവർക്കും ജീവിക്കണം, അവർക്കും വാടക കൊടുക്കണം, അവരുടെയും വണ്ടി ഓടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കൊടുത്തും വെച്ച് പോകുന്നത്. നിങ്ങൾക്ക് നന്നായിരിക്കും. നന്നാകണമെന്ന് ആഗ്രഹമുള്ളവർ പോകണം. ഹല്ലേലൂയ. ഫാമിലി കൗൺസിലറുടെ പേര് വേണമെങ്കിൽ എനിക്ക് ചോദിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഫോൺ ചെയ്താൽ മതി. 23, നിന്നെ ദോഷിക്കുന്നവർ വാസ്തവത്തിൽ നിന്നെ ദോഷിക്കുകയല്ല, പിന്നെയോ അവർക്ക് നീ ചെയ്യുന്നതിനുള്ള അസൂയ കൊണ്ടാണ്. 99%, 99% അവർ നിന്നെ ദോഷിക്കുകയല്ല, പിന്നെന്തുവാ, നിന്നുള്ള അസൂയയാണ്. ചിലർ ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് അവരുടെ ബിസിനസ്സായിട്ട് നടത്തുന്നുണ്ട്, അത് അവരുടെ വേറൊരു കാര്യം. ബാക്കിയുള്ളൊരു വാസ്തവത്തിൽ നിന്നെ ദോഷിക്കുകയല്ല. എൻ്റെ ആദ്യ കാലം മുതൽ ഞാൻ കട്ടറായി ചെന്ന് 100 പേരെ സ്നാനപ്പെടുത്തി. ആദ്യത്തെ 18 പേരെ സ്നാനപ്പെടുത്തി, 18 പേരെ. അപ്പോൾ വേറൊരാൾ വലിയ ആളാണ്, എന്നെക്കാളൊക്കെ വളരെ വലിയ ആളാണ്. പറഞ്ഞ അവിടെ ദുഷ്ടാത്മാവാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും പേരെ സ്നാനപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്കിവിടെ സ്നാനപ്പെടേണ്ടിയല്ലയോ. അപ്പോൾ അങ്ങനെ അസൂയ കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്നത് അവരെ കൊണ്ട് ചെയ്യാനൊക്കാത്തത്. അതുകൊണ്ട് അവരെ അങ്ങ് വിട്ടേക്കുക. നീ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയണം. ഈ കുറ്റം പറയുന്ന ചില മാസികളൊക്കെ ഉണ്ട്, കുറ്റം പറയുന്ന ചില സോഷ്യൽ മീഡിയയാണ്. ഞാൻ കേൾക്കത്തില്ല. എങ്കിലും ആരെങ്കിലും ഒരു ക്ലിപ്പ് എന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ളതുണ്ടെങ്കിൽ ഞാൻ കേൾക്കും. എന്തിനാണെന്നറിയോ? ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ജീവിതം ശുദ്ധീകരിക്കണം. ദേ ആർ അൺപെയ്ഡ് വാച്ച്മെൻ, ദേ ആർ അൺപെയ്ഡ് വാച്ച് ഡോഗ്സ്. ശമ്പളം കൊടുക്കാത്ത നിങ്ങളെ പരിശോധിക്കുന്നവരാണ്. അതല്ലെങ്കിൽ അതിനെപ്പറ്റി കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ഇഗ്നോർ ചെയ്യുക. ഞാനിത് വായിക്കത്തില്ല, മാസിക അവിടെ യൂട്യൂബിൽ കാണത്തില്ല. പക്ഷേ എന്നെപ്പറ്റി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഞാൻ ഒരിക്കലും കാണത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 24-ാമത്തെ കാര്യം, നിൻ്റെ സ്വപ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിൻ്റെ സ്വപ്നം നിൻ്റേതായിരിക്കട്ടെ, മറ്റൊരാളിൻ്റെ സ്വപ്നം കടമെടുക്കരുത്. നിൻ്റെ സ്വപ്നം നിൻ്റേതായിരിക്കണം, വേറൊരാളുടെ കടമെടുക്കരുത്. എന്തുവാ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏലീഷ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ, നിങ്ങൾ വിചാരിക്കും വേദപുസ്തകം ഞാൻ തുറന്നില്ലായിരുന്നു, കുറച്ച് ഉപദേശം തരുമ്പോൾ വേദപുസ്തകത്തിനകത്തെ ഉപദേശങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഏലീഷയും ഗേഹാസിയും കൂടെ താമസിക്കുന്ന കാലത്ത് ഒരു സ്ത്രീ വന്ന് വെച്ച് പറഞ്ഞാണ്, എൻ്റെ മോൻ ചത്തുപോയി. ഏലീഷ വടി കൊടുത്തയച്ചു. എടാ കൊണ്ടുപോയിട്ട് ആ കൊച്ചൻ്റെ പുറത്തോട്ട്. ഏലീഷ പറഞ്ഞതുപോലെ തന്നെ ഗേഹാസി ചെയ്തു. എന്നിട്ട് എന്തോ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഇംഗ്ലീഷിൽ പറയട്ടെ, എ ബോറോഡ് സ്റ്റാഫ് വിൽ നോട്ട് ഡു ദ മിറക്കിൾ. കടമെടുത്ത വല്ലവരുടെയും വടി കൊണ്ടല്ല. നിൻ്റെ സ്വപ്നം നിൻ്റേതായിരിക്കട്ടെ, വേറൊരാളുടെ സ്വപ്നമല്ല. അല്ലേ? പാസ്റ്റർ പി ഡി ജോൺസൺ തിരുവനന്തപുരത്തെ, അദ്ദേഹത്തിൻ്റെ കൂടെ 2 ആഴ്ച താമസിക്കുമ്പോൾ, ഞാനന്ന് വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ, എൻ്റെ ആരംഭകാലമാണ്. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ച ആദ്യ വ്യക്തികളിൽ ഒരാൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞു, വർഗീഷേ, വേറൊരാൾ ചെയ്യുന്നത് കൊണ്ട് നീയും ചെയ്യണമെന്ന് ആഗ്രഹിക്കരുത്. നിൻ്റെ സ്വപ്നം നിൻ്റേതായിരിക്കണം. വേറൊരാളൊരു മാസം തുടങ്ങി, നമുക്കൊരു മാസം തുടങ്ങി കളയാം. വേറൊരാൾ കടലോര പ്രവർത്തനം തുടങ്ങി, നമുക്കൊരു കടലോര പ്രവർത്തനം തുടങ്ങിക്കളയാം. ഒരാൾ ബ്ലസ് ഇടുക്കി തുടങ്ങി, നമുക്കും ബ്ലസ് ചെങ്ങന്നൂർ തുടങ്ങിക്കളയാം. ഹല്ലേലൂയ. എന്നാൽ വേറൊരിടത്ത് പ്രവർത്തിക്കുന്നത് നീ കേട്ട് കഴിയുമ്പോൾ ദൈവം നിൻ്റെ ഹൃദയത്തിനകത്തും ഒരു തീപ്പൊരിയിട്ടാൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യാം.
എന്നിട്ട് അത് നിൻ്റെ സ്വപ്നമാക്കിയെടുക്കാം. ദൈവം വേറൊരാൾക്ക് കൊടുത്ത ദർശനം നിൻ്റെ ദർശനമാവരുത്. എന്നാൽ വേറൊരു ദർശനം പോലെ നീയും ചെയ്യുവാൻ പറഞ്ഞാൽ ചെയ്യണം. 25. വലിയ സ്വപ്നം പല ചെറിയ സ്വപ്നങ്ങളുടെ ശൃംഖലയായിരിക്കട്ടെ. ഒരു വലിയ സ്വപ്നം, വലിയ ഒരു കാഴ്ചപ്പാട്, വലിയൊരു പ്രവർത്തനം പല ചെറിയ പ്രവർത്തനങ്ങളുടെ ശൃംഖലയായിരിക്കട്ടെ. എൻ്റെ ആദ്യകാലത്ത് എനിക്കൊരു ഒരു നീല ബട്ടൺ കിട്ടി, അതായിരുന്നു. പിന്നീട് എനിക്കൊരു പഴയ സൈക്കിൾ കിട്ടി. പിന്നെ ഒരു പഴയ പട്ടാളത്തിൻ്റെ വണ്ടി, കണ്ടം വെച്ച വണ്ടി എന്ന് പറയും, അത് വാങ്ങിച്ചു. പിന്നെ ഒരു പുതിയ മഹീന്ദ്ര വാങ്ങിച്ചു. ഹല്ലേലൂയ. ഇന്ന് ഒട്ടേറെ ജീപ്പുകൾ ഞങ്ങളുടെ സംഘടനയിലുണ്ട്. ഓരോ സ്റ്റേറ്റിലും ഓരോ ജീപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ തക്കവണ്ണം ഇന്ത്യൻ നിവാസികൾ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പല ചെറിയ ചെറിയ സ്വപ്നങ്ങൾ, ചെറിയ ചെറിയ അത്ഭുതങ്ങൾ, ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ അതൊരു വലിയ പ്രവർത്തനമായിരിക്കട്ടെ. അല്ലേ? നിങ്ങൾ മുത്തുമാല കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഒരു ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ. ഒരു ചങ്ങല ഒരു കയറ് പോലല്ല, പല ഇതിനകത്ത് വരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതം പല സ്വപ്നങ്ങളുടേതായിരിക്കട്ടെ. എൻ്റെ ആദ്യകാലത്തെ സ്വപ്നമായിരുന്നു കട്ടറായിലൊരു നല്ല സഭ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവിടെ അപ്പോസ്തല പ്രവൃത്തി വായിച്ചപ്പോഴാകണ്ടേ വേറൊരു സഭയുണ്ടാക്കാം. അന്നേരമാണ് ഒരു ദിവസം ഒരു പട്ടാളക്കാരൻ PM ജോസഫ് വന്നു. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് RS പുരയിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വന്നാണ് മാത്യു ജോർജ് വന്നു. മാത്യു ജോർജിനെ സാമ്പായിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ അല്ലേ? അപ്പോൾ എൻ്റെ ഇതെല്ലാം ഒരു സഭ, പിന്നൊരു സഭ, പിന്നൊരു സഭ, ഇന്ന് ഒത്തിരി സഭകളുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ചെറിയ ചെറിയ അത്ഭുതങ്ങളുടെ ശൃംഖലയാണ് വലിയൊരു അത്ഭുതം. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം വലിയൊരു അത്ഭുതമാണ്. പക്ഷേ ഇത് ചെറിയ ചെറിയ, അപ്പോൾ നീ തുടങ്ങുന്ന ഓരോന്നും ചെറിയ ചെറിയ സംഭവങ്ങളുടെ തുടർച്ചയായിരിക്കാം. 26 കുറഞ്ഞത് 2 കൊട്ടേഷൻ ഉദ്ധരണികളും നിങ്ങൾ കേൾക്കണം. ഉദ്ധരണികൾക്ക് കാണാം. നിങ്ങളുടെ ഫോണിനകത്ത് എല്ലാം നെറ്റുണ്ടല്ലോ അല്ലേ? നെറ്റ് കണക്ഷൻ. അതിനകത്ത് നിങ്ങൾ കഴിഞ്ഞാൽ കൊട്ടേഷൻ ചെറുപ്പക്കാരുടെ അല്ല, പ്രായമുള്ളവരുടെ കാണണം അല്ലേ? 25 വയസ്സുള്ള ഒരാൾക്ക് ഒരു കൊട്ടേഷൻ പറയുന്നത് തുച്ഛീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എങ്കിലും കേൾക്കേണ്ടത് ആരുടെയാണ്? ജീവിതത്തിനകത്ത് ചില പരിചയമുള്ളവരുടെ കൊട്ടേഷൻ. ബുദ്ധിയുള്ളവർക്കൊക്കെ ഒരു കൊട്ടേഷൻ ഉണ്ടാക്കാം. എങ്കിലും ജീവിതത്തിനകത്ത് തഴമ്പിച്ച കുറച്ച് അനുഭവങ്ങളുള്ള ആളുകളുടെയൊക്കെ കേൾക്കണം. ക്രിസ്ത്യാനികളുടെ കേൾക്കാം, അക്രൈസ്തവരുടെ കേൾക്കാം, മതഗുരുക്കന്മാരുടെ കേൾക്കാം. എങ്കിലും ഞാൻ അധികവും കേൾക്കുന്നത് ക്രിസ്ത്യാനികളുടെയാണ്. അല്ലാത്തവരുടെയും കേൾക്കും. നിങ്ങൾ കേൾക്കണം. നല്ല നല്ല കൊട്ടേഷൻസ്. 26 സന്ദേശങ്ങൾ തരികയാണ്. നിങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യണം. 27 അവസാനത്തേത് പറയുകയാണ്. കുറച്ചു നേരം ധ്യാനത്തിലിരിക്കുക. നമ്മുടെ ധ്യാനമൊക്കെ നമ്മൾ വിട്ടുപോയി. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം എന്തുവാണ് ധ്യാനം എന്ന് പറയും? കുറച്ചു നേരം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കാത്തിരിക്കുക. ദൈവം നീ എന്നോട് സംസാരിക്കണമേ. മെഡിറ്റേഷൻ ഈസ് എ ലോസ്റ്റ് ആർട്ട്. ഇന്നില്ല. നമ്മളെല്ലാവരും ധൃതി പിടിച്ച ലോകത്തിലാണ്. പ്രാർത്ഥിക്കുന്നത് ധൃതിയിൽ, വേദപുസ്തകം വായിക്കുന്നത് ധൃതിയിൽ, ഭാര്യയെടുക്കൽ സംസാരിക്കുന്നത് ധൃതിയിൽ പോരാ. നമ്മൾ കുറച്ചു നേരം ദൈവത്തിൻ്റെ അടുക്കൽ മെഡിറ്റേഷനിലായിരിക്കുക. ദൈവത്തിൻ്റെ ഒക്കെ ചോദിക്കുക, കർത്താവേ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നീ എന്നോട് സംസാരിക്കാനുണ്ടോ? കുറച്ചു നേരം ഇരിക്കുക. അരമണിക്കൂർ ഇരിക്കുക. വൈകുന്നേരം അരമണിക്കൂർ ഇരിക്കുക. നടക്കുമ്പോഴും ധ്യാനിക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കും. 1 മാസത്തിൽ ചിലപ്പോൾ ഒരു സംസാരമായിരിക്കും ഉള്ളത്. അത് മതി. അതായിരിക്കും ചിലപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് ഒരു ചെറിയ ഐഡിയ. എനിക്ക് ദൈവം തന്ന ഐഡിയകൾ പലതുമുണ്ട്. ഞങ്ങളുടെ സംഘടനയ്ക്ക് മാസയോഗം, എൻ്റെ കൂടുതലുള്ളവർക്ക് ചോദിച്ചാൽ അറിയാം. മാസയോഗം വിശ്വാസികളുടെ അല്ല. ഞങ്ങൾ കാശ്മീരിൽ പ്രവർത്തനം തുടങ്ങി. ഞാൻ, ജോബ് സുഭാഷ്, മാത്യു ജോർജ്, RS പുര, ജോബ്സ്, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ലില്ലി ഒറ്റ സ്ത്രീയേ ഉള്ളൂ. ഞങ്ങൾ മാസത്തിലൊരിടത്ത് കൂടും. 3 ദിവസം. ഇന്നുമുണ്ട് എല്ലായിടത്തും. അതാത് സ്റ്റേറ്റിൽ ദൈവം തന്ന ഒരു ഐഡിയയാണ്. അസാധാരണമാണ്. അതിൻ്റെ റിസൾട്ടിനെ പറ്റി പറയാനൊക്കെ സമയമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് മിനി ക്രൂസൈഡ്. ഞാൻ മിനി ക്രൂസൈഡ് ഉണ്ടാക്കി. എന്താ മിനി ക്രൂസൈഡ്? ഒരു വീട്ടിൻ്റെ വിറ്റ് നടന്ന മീറ്റിങ്ങാണ്. അന്നേരമാണ് ഫരീദാബാദിലുള്ള ഒരു വർഗീസ് വന്നു. ഞങ്ങൾ മൈക്ക് വർഗീസ് എന്നാണ് വിളിക്കുന്നത്. വർഗീസ് വന്നു. എനിക്ക് സംസാരിച്ച് പറഞ്ഞു എനിക്ക് മൈക്ക് ഉണ്ടാക്കാൻ അറിയാം. അദ്ദേഹം ടെക്നീഷ്യനാണ്. അത് എനിക്കൊരു മൈക്ക് ഉണ്ടാക്കി കാണിച്ചു. ഞാൻ അദ്ദേഹത്തെ കൊണ്ട്
25 100 മൈക്കുണ്ടാക്കി. എൻ്റെ സുവിശേഷ വേലക്കാർക്ക് ഓരോരുത്തരും കൊടുത്തു. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് കാണാം. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. എനിക്കറിഞ്ഞൂടാ എത്ര രൂപ ചിലവാണ്. 750 രൂപയും കണ്ടത് 1000 രൂപ ചിലവാണ്. അത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഓരോ സുവിശേഷ വേലക്കാർക്കും കൊടുത്തു. സ്റ്റാൻഡൊന്നുമില്ല, ഒരു കമ്പയിലോട്ട് കെട്ടി വെച്ച് ഒരു മേശ എടുക്കാൻ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന 5 ദിവസത്തെ ക്രൂസൈഡ്. ആ സമയത്താണ് ഡോക്ടർ KP യോഹന്നാൻ എന്നെ കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ പറഞ്ഞു. അദ്ദേഹം എനിക്ക് രൂപ തന്നു. അദ്ദേഹത്തിൻ്റെ ഒക്കെ പറഞ്ഞു, വർഗീശ്വരായി ഞാൻ ഇത് പലരോടും പറഞ്ഞിട്ട് ആരും സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഉണ്ട് മിറ്റത്തെ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലേ? പക്ഷേ അന്ന് ആരും പറഞ്ഞില്ല. ഞങ്ങളുടെ സംഘടന വലുതായ ദൈവം തന്ന ഒരു ഐഡിയ കൊണ്ടാണ്, ഒരൊറ്റ ഐഡിയ ഉണ്ട്. അപ്പോൾ ദൈവം തരുന്ന വേറെ ചില ഐഡിയകളൊക്കെ കാണും. അതെപ്പോഴാണ് കിട്ടുന്നത്? ധ്യാനിച്ച് നടക്കും. എനിക്ക് ഒറ്റയ്ക്ക് നടക്കുന്നതാണ് ഇഷ്ടം. രാവിലെ നടക്കാൻ പോകുമ്പോഴും ഒറ്റയ്ക്ക് നടക്കും. ലില്ലി ഞാനും കൂടെ വന്ന് ലില്ലി ഇതിലെ കൂടെ നടക്കും, ഞാൻ ഇതിലെ കൂടെ നടക്കും. പർവ്വതത്തിൽ പോകുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ബോഡി ഗാർഡൊന്നുമില്ല. ആരാണ്ട് പറഞ്ഞു പി ഒറിജിന് ബോഡി ഗാർഡിന്. എനിക്ക് ഇന്ന് വരെ ബോഡി ഗാർഡില്ലായിരുന്നു, ഇന്ന് വരെ ഇല്ലായിരുന്നു. എൻ്റെയൊക്കെ പലരും ഉപദേശമുണ്ടാവും, ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്, ആരെങ്കിലും 2 പേരെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരാളിനെ കൂടെ കൊണ്ടുപോകണം. ഇന്ന് വരെ എൻ്റെ ആവശ്യം വന്നിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ, ദൈവത്തിൻ്റെ ദൂതന്മാർ എൻ്റെ ബോഡി ഗാർഡാണ്. എനിക്കിന്ന് വരെ ഒരു അനർത്ഥവും വന്നിട്ടില്ല. ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ചിന്തിക്കുന്നു, നിങ്ങളും ധ്യാനിക്കുക. 27ാമത്തെ പ്രധാനപ്പെട്ട ഉപദേശം അതാണ്. നിങ്ങൾ ധ്യാനിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ആ സമയത്തായിരിക്കും ദൈവം നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നത്. നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി, നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി, നിങ്ങളുടെ അടുത്ത പുരയിടത്തെപ്പറ്റി. എൻ്റെ പപ്പായി കൊടുത്ത ഒരു ഐഡിയയെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പപ്പായി കൊടുത്ത ഒരു ഐഡിയ ആണ്, പല ഐഡിയകളുണ്ട്. അതിനകത്ത് ഒരു ഐഡിയ ആണ്, അടുത്തൊരു പുരയിടം വിൽക്കാൻ കിടപ്പുണ്ട്, ഒരു 10 ഏക്കർ ഭൂമി വിൽക്കാനുണ്ട്. പപ്പായുടെ രൂപയില്ല, പപ്പ പൊട്ടി പാളിസായി നിൽക്കുന്ന സമയമാണ്, വല്ലാതെ തകർന്നിരിക്കുന്ന സമയം, 100 രൂപ ഇല്ലാത്ത സമയം. പപ്പ എന്നെ വിളിച്ചോണ്ട്, പപ്പ വിചാരിച്ച എൻ്റെ ഞാൻ പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വന്ന ആദ്യത്തെ അവധിക്ക്. പപ്പ വിചാരിച്ച എൻ്റെ 10-500 രൂപയെങ്കിലും കാണുമെന്ന്. പപ്പ എൻ്റെ ഒക്കെ പറഞ്ഞു അതിൻ്റെ ഉള്ളതിനകത്ത് ഒരു 100 രൂപ. ഞാൻ പറഞ്ഞു, ഇല്ല പപ്പ, തീർന്നു പോയി, എല്ലാം സിഗരറ്റ് വലിച്ചു കളഞ്ഞു. പപ്പാടിക്ക് അത് പറഞ്ഞില്ല. പപ്പ പറഞ്ഞിടാ, ഞാൻ വിചാരിച്ചത് നിൻ്റെ കയ്യിൽ കുറച്ച് രൂപ കാണും. എടാ, ഇതൊരു 10 ഏക്കർ ഭൂമിയാണ്, ഇത് പലരുടെ പേരിലാണ്. അവർ കുടുംബത്തിലുള്ള അപ്പൻ, അമ്മ, മക്കൾ, പെങ്ങന്മാർ എല്ലാവരുടെയും പേരിലാണ്. ഇത് നമുക്ക് 1/2 ഏക്കർ 1 ഏക്കർ വെച്ച് വാങ്ങിക്കാമായിരുന്നു. പപ്പ പറഞ്ഞു, സാരമില്ല, ഞാൻ പ്രാർത്ഥിക്കാം. പപ്പായ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയാവുന്ന യാക്കോബക്കാരനായിരുന്നു. പപ്പ യാക്കോബ ഓർത്തഡോക്സ് ഒന്നെയാണ്. പപ്പ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു, ഞാൻ നിരീക്ഷിച്ചാൽ മതി, പപ്പായ്ക്ക് കീർക്കുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിച്ച രൂപ 100 രൂപ ഇല്ലാത്ത മനുഷ്യനായി പറയുന്നേ. എൻ്റെയൊക്കെ ചോദിച്ചു, 100 രൂപ ഉണ്ടെങ്കിൽ തരാം. ഇല്ല. പപ്പ പറഞ്ഞു, സാരമില്ല. 100 രൂപ ഉണ്ടായിരുന്നു, 130 രൂപ ഉണ്ടായിരുന്നു. 100 രൂപ കൊടുത്തു. പപ്പായ്ക്ക് 500 രൂപയെങ്കിലും കാണുമെന്നാണ്. പപ്പ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവം ഇതാരും വാങ്ങിക്കരുത്, നീ എന്നെ സഹായിക്കണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു, ഇതങ്ങളുടെ കാര്യം നടക്കും. നടന്നു. 3-4 വർഷത്തിനകത്ത് വേറെ പപ്പ പ്രാർത്ഥിച്ച് ഞാൻ വാങ്ങിക്കുന്നതിനിടയ്ക്ക് വേറെ ആരും വന്ന് വാങ്ങിക്കരുത്. പപ്പായെ ദൈവം സഹായിച്ചു. ഒരു ചെറിയ ആശയം എന്താണ്? ഇത് വിൽക്കാനിട്ടിരിക്കുന്ന ഭൂമിയാണ്. വിൽക്കാനല്ലാത്ത ഭൂമിക്കകത്ത് കയറിയെന്ന് പ്രാർത്ഥിക്കരുത് കേട്ടോ, അത് തെറ്റാണ്. പക്ഷേ വിൽക്കാനിരിക്കുന്ന ഭൂമിക്കകത്ത് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എത്രയോ പേര് പ്രാർത്ഥിച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇനിയും പറയുന്നത് കേട്ടാട്ടെ. നിങ്ങൾ ചിലർ പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല. എന്താ കാര്യമെന്നറിയാമോ? ഞാൻ കട്ടറായി ഭൂമി വാങ്ങിച്ചു, ഒരു 50 പൈസ കുഴിച്ചിട്ടിട്ട് പ്രാർത്ഥിച്ചു, വാങ്ങിച്ചു. കർത്താവ് ഇത് തരണം, എനിക്കൊരു ചർച്ച് പണിയാനാണ്. എൻ്റെ കയ്യിലും 150 രൂപ 750 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. കർത്താവ് ബാക്കി രൂപ നീ തരണം. ഞാൻ പ്രാർത്ഥിച്ചു. എത്ര രൂപ വേണം? 7500 രൂപ വേണം. 10000 രൂപയായിരുന്നു പിന്നെ കൊടുക്കേണ്ടി വന്നത്. 3 മാസത്തിനകത്ത് ഞാൻ 10000 രൂപ കൊടുത്ത പുരയിടം വാങ്ങിച്ചു. എന്താ കാര്യം? ഞാൻ ചെയ്ത ഒരാശയം. നിങ്ങൾ ചിലരിതൊന്ന് പരീക്ഷിച്ച് നോക്കിയെന്ന് വരാം, എന്നിട്ട് പറയാം, ഓ ഇത് നടന്നില്ല, അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നടന്നു. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ ചെയ്തതിന് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ദൈവം ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസത്തെ അല്ല ആദരിക്കുന്നത്, ഒറിജിനൽ വിശ്വാസത്തെയാണ്. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും വിശ്വാസം കേട്ട് 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 നിങ്ങളുടെ വിശ്വാസം വന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കിട്ടും. അങ്ങനെയാണ് എൻ്റെ ഡയബറ്റിക് സുഖമായത്, അങ്ങനെയാണ് എനിക്ക് ഭൂമി കിട്ടിയത്, അങ്ങനെയാണ് എനിക്ക് വണ്ടി കിട്ടിയത്. എൻ്റെ വണ്ടി കിട്ടിയതൊക്കെ അത്ഭുതമാണ്, അല്ലേ? വണ്ടിയുടെ ഫോട്ടോ വാങ്ങിച്ചുണ്ടോ? ഒരു മഹീന്ദ്ര എഴുതി വെച്ചു, മക്കളെ കൊണ്ട് പറയിപ്പിച്ചു. ഒരു ഫോട്ടോ വാങ്ങിച്ചുകൊണ്ടുവന്ന് കടയിൽ നിന്ന്, മഹീന്ദ്രയുടെ ഏജൻസിയുടെ നിന്ന്, എന്നിട്ട് വെച്ചിട്ട് പറഞ്ഞു ഇതുപോലത്തെ ഒരു വണ്ടിയായിരിക്കും വാങ്ങിക്കുന്നത്, അതിന് യെല്ലോ കളറായിരിക്കും. ഒരാൾ പറഞ്ഞു യെല്ലോ കളർ നല്ലതല്ല, അത് മരണത്തിൻ്റെയാണ്. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടം യെല്ലോയാണ്. ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മരണമൊക്കെ ജീവനായി തീരും. 7 പേരിരിക്കണം. എനിക്ക് 5 മക്കളും ലില്ലി ഞാനും.
ഒരു ഡ്രൈവർ ഇരിക്കണ്ടേ, ഒരു കൊച്ചിനെ ഞാൻ മടിയിലിരുത്തിക്കോളും. എന്നിട്ട് ഞാൻ പറഞ്ഞു മേടി കാരിയർ വേണം പറഞ്ഞു, വിശാലമായിട്ട് പറഞ്ഞു. പിന്നെ മാത്രമല്ല മഹീന്ദ്ര യെല്ലോ കളർ, മേളിൽ കാരിയർ, 7 പേർക്ക് ഇരിക്കാമെന്ന് വിശാലമായിട്ട് പറഞ്ഞു. സ്വർഗസ്ഥനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ പറഞ്ഞത് കേട്ടു. ഞങ്ങളുടെ മക്കളെല്ലാവരും കൂടെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും വേണം ഡാഡി അതുപോലത്തെ ജീപ്പ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്, പക്ഷേ അത് ചുമന്നതാണ്, നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് യെല്ലോ കളറാണ് അല്ലേ പറഞ്ഞു നടന്നു. ഒരു ദിവസം ഞാനില്ലില്ലേയും കൂടെ ഒരു വനത്തിനകത്തൂടെ റോഡിൽ കൂടെ നടക്കുകയാണ്, ബസ്സൊക്കെ കാറൊക്കെ പോകുന്നതാണ്. അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു താക്കോൽ കിടക്കുന്നത്. ഞാൻ ആ താക്കോൽ എടുത്ത് നോക്കി, ഫോർഡ് വണ്ടിയുടെയാണ്, അമേരിക്കയിലാണ് കേട്ടോ, അന്ന് ഇവിടെ ഫോർഡ് വണ്ടി ഇല്ല, അവിടെയുള്ളൂ. ഒരു കാറിൻ്റെയാണ്. എങ്ങനെയാണ് താക്കോൽ വീണെന്ന് അറിയത്തില്ല. വനത്തിന് നടുക്കുക, അവിടെ ആരുമില്ല. അടുത്ത് വെച്ചു എൻ്റെ കർത്താവേ, ഞാനങ്ങ് തുള്ളിച്ചാടാന്ന് ഇല്ലി വെച്ച് എന്തോ പറയും, എടോ താക്കോൽ കിട്ടി, ഇനി വണ്ടി വന്നാൽ മതി, പ്രധാനപ്പെട്ടത് താക്കോലില്ലയോ. ലില്ലിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എൻ്റെ ടൂത്ത് ബ്രഷിൻ്റെ അറ്റത്തൊരു കിഴുത്തിയുണ്ട്. ആ കിഴുത്തയ്ക്കകത്ത് ടങ് ക്ലീനർ കെട്ടാനായിട്ട് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാനതെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ രാവിലെ പല്ല് തേക്കാൻ നേരം, വൈകുന്നേരം പല്ല് തേക്കണം. എൻ്റെ ജീപ്പ് വരുന്നുണ്ട്, എൻ്റെ ജീപ്പ് വരുന്നുണ്ട്, എൻ്റെ ജീപ്പ് വരുന്നുണ്ട്, എൻ്റെ ജീപ്പ് വരുന്നുണ്ട്. ഹല്ലേലൂയ. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആ വണ്ടി വാങ്ങിച്ചു. 1.5 വർഷം പറഞ്ഞു. ഹല്ലേലൂയ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴല്ല, ഒറിജിനലാക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കുവാനിടയായി തീരട്ടെ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞു നടക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം വേദപുസ്തക പ്രകാരമായിരിക്കണം, വേദപുസ്തകത്തിന് എതിരായിരിക്കരുത്, ദൈവനാമ മഹത്വത്തിനായിരിക്കണം. ഹല്ലേലൂയ. അസൂയ ഉണ്ടായിരിക്കരുത്. അവന് വണ്ടി കിട്ടി, എനിക്കും വണ്ടി കിട്ടണം, അല്ല. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ 27 തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രായോഗികമാക്കാമെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം നന്നാവും, നിങ്ങളുടെ ആരോഗ്യം നന്നാവും, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നന്നാവും, നിങ്ങളുടെ സഭ നന്നാവും, നിങ്ങളുടെ സാമ്പത്തിക നിലവാരം നന്നാവും. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആർക്കാണ് പ്രാർത്ഥന ആവശ്യം? കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ആവശ്യമുള്ളവർ തലയിൽ കൈവച്ചാട്ടെ, നെഞ്ചത്ത് കൈവച്ചാട്ടെ. ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ കൈകോർത്ത് പിടിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹം പ്രാപിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മക്കൾ സമാധാനം അനുഭവിക്കുന്നവരായിരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ സമാധാനം അനുഭവിക്കുന്നവരായിരിക്കട്ടെ. നിങ്ങളുടെ ഭർത്താവ് സമാധാനം അനുഭവിക്കുന്ന വ്യക്തിയായി തീരട്ടെ. നിങ്ങളുടെ സഭ വളരുന്നതായിരിക്കട്ടെ. ഹല്ലേലൂയ. 30 പേരേ ഉള്ളെങ്കിൽ അത് 300 പേരായി തീരട്ടെ. അത് 1000 പേരായി തീരട്ടെ. അത് 2000 പേരായി തീരട്ടെ. അത് വളർന്ന് വരട്ടെ. നിങ്ങളുടെ 3 സെൻറ്റ് ഭൂമി 5 സെൻറ്റ് ആവട്ടെ, 7 സെൻറ്റ് ആവട്ടെ, 10 സെൻറ്റ് ആവട്ടെ, കൂടുതൽ വർദ്ധിക്കുവാൻ ഇടയായി തീരട്ടെ. നിങ്ങളുടെ നിലയ്ക്ക് വ്യത്യാസം വരട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക. ദൈവകൃപ നിങ്ങളെ തേടി വരട്ടെ. ഹല്ലേലൂയ. വേദപുസ്തക പ്രകാരമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കർത്താവ് തരട്ടെ. യേശു നിങ്ങളുടെ പാർട്ട്ണറായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവങ്ങളുടെ പാർട്ട്ണറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയ ദൈവത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. യേശു നിങ്ങളുടെ പാർട്ട്ണറാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയ ദൈവത്തിൽ നിന്നാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ സ്വയമായിട്ടുണ്ടാക്കിയ ഐഡിയ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ പറയുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഐഡിയയിൽ ദൈവം ഒപ്പിട്ട് തരണം. അങ്ങനെ ഒപ്പിട്ട് തന്നാൽ എന്ത് സംഭവിക്കും? എൻ്റെ മിനി ക്രൂസൈഡ് അങ്ങനെയാണ്. ദൈവം ഉണ്ടാക്കിയ ഐഡിയ. ഒരു സഭ, വേറൊരു സഭ, വേറൊരു സഭ, വേറൊരു സഭ. നിങ്ങൾക്കും അത് സാധ്യമാണ്. നിങ്ങളുടെ ഈ നിലയ്ക്ക് വ്യത്യാസം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം തരുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ആരോഗ്യത്തിന് വ്യത്യാസം തരുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ സമാധാനത്തിന് വ്യത്യാസം തരുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ കഴിവിന് വ്യത്യാസം തരുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ അറിവിന് വ്യത്യാസം തരുവാൻ ദൈവത്തിന് കഴിയും. ഇതെല്ലാം പ്രാപിച്ചെടുക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഇടയാക്കി തീർക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, 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 ആമേൻ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.